ഗ്രാഫിക് ഡിസൈനേഴ്സ് ആണെങ്കിൽ ലോകത്തിലെ ബെസ്റ്റ് ഗ്രാഫിക് ഡിസൈനറെ ഇന്ന് പോയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യണം. ഈ നാട്ടിലെ കമ്പനികൾ വർക്ക് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് ഗ്രാഫിക് ഡിസൈനറായിട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ഉണ്ടാവണം. അങ്ങനത്തെ കുറച്ച് ആളുകളുമായിട്ടായിരിക്കണം നിങ്ങളെ സമ്പർക്കം. ഞാനെപ്പോഴും ഭയങ്കര ചൂസ് ചെയ്യാം. ഞാൻ കുറേ ബിസിനസ് MBAസിനെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഫ്രണ്ട്ഷിപ്പ് കൊടുക്കുന്ന ആൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിസ്റ്റം പതുക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരുത്തരം മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ. നിങ്ങളോട് ഞാൻ ബേസിക്കലി ചോദിക്കാൻ പോകുന്നൊരു സാധനം നിങ്ങളെ ഐഡൻറ്റിറ്റി എന്താണെന്നുള്ളതാണ്. ഇപ്പം എന്നോട് എൻ്റെ ഐഡൻറ്റിറ്റി ചോദിക്കണമെങ്കിൽ ഞാൻ നമ്പർ 1 ഒരു ദ്രാവിഡിയനാണ്. ബേസിക്കലി സൗത്ത് ഇന്ത്യയിൽ ജനിച്ചു. സൗത്ത് ഇന്ത്യയിലെ ഫസ്റ്റ്, അതായത് ദ്രാവിഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഫസ്റ്റ് നേറ്റീവ് സ്പീക്കിംഗ് പീപ്പിൾ ഹാപ്പൻ ടു ബി ലാംഗ്വേജ് തമിഴിനോട് മലയാളത്തിൻ്റെ ഒരു 80-90% വാക്കുകളും തമിഴാണ്. അപ്പം എൻ്റെ ലൈഫിൻ്റെ ഒരു കൂറൊക്കെ ഞാൻ കൊടുക്കേണ്ടത് ആ ഒരു തമിഴ് കൾച്ചറിനും അതേപോലെ തന്നെ ആ ഒരു ദ്രാവിഡിയൻ ഇൻഹെറിറ്റൻസിനുമാണ്. അതാണ് എൻ്റെ ബേസിക് ഐഡൻറ്റിറ്റി, എൻ്റെ കൾച്ചറൽ ഐഡൻറ്റിറ്റി. അതുപോലെ മനുഷ്യർക്ക് റിലീജിയസ് ഐഡൻറ്റിറ്റി ഉണ്ടാവും, അത് രണ്ടാമത്തെ ഐഡൻറ്റിറ്റിയാണ് മനുഷ്യൻ്റെ. മൂന്നാമത്തെ നിങ്ങൾക്ക് പ്രൊഫഷണൽ ഐഡൻറ്റിറ്റി ഉണ്ടാവും. അപ്പോൾ ഈ പ്രൊഫഷണൽ ഐഡൻറ്റിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ എനിക്കറിയില്ല നിങ്ങളുടെ ഐഡൻറ്റിറ്റി എന്താണെന്നല്ലേ. എത്ര പേരൊരു ഡിജിറ്റൽ മാർക്കറ്ററാണ്? ഒന്ന് കൈവെക്കൂ. ഡിജിറ്റൽ മാർക്കറ്ററാണ് ഞാൻ. ഞങ്ങൾ പ്രൊഫഷണൽ ഐഡൻറ്റിറ്റിയാണ്. എത്ര പേര് ഗ്രാഫിക് ഡിസൈനറാണ്? ഗ്രാഫിക് ഡിസൈനറാണ്. എത്ര പേര് വെബ് ഡെവലപ്പറാണ്? വെബ് ഡെവലപ്പർ. നോട്ട് മച്ച്. ഇത് നിങ്ങളുടെ ഐഡൻറ്റിറ്റിയാണ്. രണ്ടാമത് ഈ ഐഡൻറ്റിറ്റി വെച്ച് നിങ്ങളൊരു ജോബിന് പോവുകയാണ്. നിങ്ങൾക്ക് ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെയും അതേപോലെ തന്നെ നിങ്ങൾക്ക് പലപ്പോഴും വെബ് ഡിസൈനിങ്ങിൻ്റെയും അതേപോലെ തന്നെ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, പെർഫോമൻസ് മാർക്കറ്റിംഗ്, ഇതേപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കുറേ മെട്രിക്സ്, അതിൻ്റെ പ്രോസസ്സുകൾ നിങ്ങൾ ചെയ്യും. അതിൻ്റെ ഔട്ട്കമാണ് നിങ്ങളെന്താണെന്നുള്ളത് ഒരു കമ്പനിക്ക് മനസ്സിലാവുക, സൊസൈറ്റിക്ക് മനസ്സിലാവുക. പക്ഷെ ഇതിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് തിരുത്തുകയാണ്. എത്ര പേര് മലപ്പുറം, കോഴിക്കോട് അല്ലെങ്കിൽ കേരളത്തിൽ ജനിച്ച് കേരളത്തിൽ മരിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്? കേരളത്തിൽ ജനിച്ച് കേരളത്തിൽ മരിക്കാൻ. ലോകത്തിൽ കേരളം എന്ന് പറഞ്ഞ സ്ഥലമല്ലേ ഉള്ളൂ, വേറെ ഒറ്റ സ്ഥലങ്ങളില്ലല്ലോ, ആണോ? എത്ര പേര് കേരളം മാത്രമല്ല ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലെ ഒരു ഗ്രാഫിക് ഡിസൈനർ ആവാനും ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലേക്ക് പോവാനില്ലേ ഒരു എന്താ പറയുക ഡിജിറ്റൽ മാർക്കറ്റർ ആവാനും ആഗ്രഹിക്കുന്നവരുണ്ട്? ഒന്ന് കൈവെക്കൂ. ലോകത്തെ ഏതൊരു രാജ്യത്തെ ഗ്രാഫിക് ഡിസൈനറോ ഡിജിറ്റൽ മാർക്കറ്ററോ ആവാൻ ആഗ്രഹിക്കുന്നത്? ഞാൻ അത് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് നിങ്ങളുടെ ലിംബിക് ബ്രെയിനിന് തലച്ചോറ് നിങ്ങൾ കൊടുക്കുന്നത്, നിങ്ങളുടെ ഐഡൻറ്റിറ്റി, അതിനനുസരിച്ചാണ് നിങ്ങളാവുക. ഞാൻ അതിലൊരു ഫസ്റ്റ് കുട്ടിനെ കാണിച്ചു തരാം. എൻ്റെ അടുത്തേക്ക് ബി സ്കൂളിൽ വന്നൊരു ഫസ്റ്റ് കുട്ടി. ടേക്ക് തെൻസീൽ. ഇത് തെൻസീലാണ്. ഇവനൊരു പ്രണയം തേച്ച്, ഇവൻ്റെ ഒരു കാമുകിവനെ തേച്ചു, ഇവന് ഡിപ്രഷൻ അടിച്ചു. +2 2 പേപ്പർ പോയിട്ടാണ് ബി സ്കൂൾ ഫസ്റ്റ് വരുന്നത്. ഇപ്പം വന്നതിന് ശേഷം ഒരു 1-2 മാസത്തേക്ക് ഇവൻ്റെ ഫാദറിൻ്റെ അനിയൻ എൻ്റെ ഭയങ്കര ഫ്രണ്ടാണ്. അങ്ങനെ എൻ്റെ അടുത്ത് കൊണ്ട് വിട്ടായിരുന്നു. അപ്പോൾ ഒരു 3-4 മാസമൊക്കെ മൂപ്പര് ഭയങ്കര സങ്കടമായിരുന്നു ക്ലാസ്സിനൊക്കെ എപ്പോഴും. കാരണം ഈ പ്രണയം എന്ന് പറഞ്ഞാൽ വല്ലാത്ത സാധനം, നമ്മളെ ഒരു റൈറ്റ് സൈഡ് ഓഫ് ദ ബ്രെയിനിലെ സാധനമാണ് ഇമോഷണൽ സാധനം. അല്ലെങ്കിൽ ബ്രേക്കപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യർ ഭയങ്കര ജീവിതത്തിൽ കണ്ടമാനം വിഷമങ്ങളൊക്കെ മനുഷ്യർക്ക് ഉണ്ടാവും. കാരണം ഇമോഷനാണ് മനുഷ്യൻ്റെ ബുദ്ധിനേക്കാളും വർക്ക് ചെയ്യണ ഒരു സാധനം. ഇമോഷനിൽ കുടുങ്ങിയാൽ ചിലർ ജീവിതം വരെ എടുത്തു കളയും. അപ്പോൾ ഇവൻ അതിൽ നിന്നാണ് വരുന്നത്. പിന്നെ എനിക്ക് 2 വർഷത്തോളം ഞാൻ അവനോട് പറഞ്ഞ വലിയൊരു കാര്യം ഉണ്ടായിരുന്നു. നീ പഠിക്കുന്ന ഒരു UK കോഴ്സ്, അതായത് എനിക്ക് ലോകത്ത് എല്ലായിടത്തും പോകാൻ കഴിയും. നീ സത്യത്തിൽ ഇതിലെ ഓരോ പ്രോസസ്സുകളും നീ നന്നായിട്ട് മാപ്പ് ചെയ്യുകയാണെങ്കിൽ നിൻ്റെ ഐഡൻറ്റിറ്റി, നീ ഒരു ഗ്ലോബൽ സ്റ്റുഡൻ്റായി മാറും. നിനക്ക് ലോകത്ത് എല്ലായിടത്തും എത്തിച്ചേരാൻ പറ്റുന്നില്ലേ. സത്യത്തിൽ ഈ തെൻസീൽ പിന്നെ അതിന് ശേഷം 2 വർഷം കോഴ്സ് കഴിഞ്ഞതിന് ശേഷം 2 വർഷത്തോളം വർക്ക് ചെയ്തു. എനിക്ക് തോന്നത്തോളം പിന്നെ ഈ പ്ലാനറ്റ് ഫാഷനിലാണ് വർക്ക് ചെയ്തത്. അതിനുശേഷം പിന്നെ അവന് കാനഡയിലാണ് പോയത്. കാനഡയിൽ ആദ്യം ആമസോണിലാണ് വർക്ക് ചെയ്തത്. അതിനുശേഷം ഈ ആമസോണിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് കൊറോണ വന്നത്. അപ്പോൾ പോലീസുകാരൊപ്പം കണ്ടമാനം അന്ന് കാനഡയിൽ ഫുഡ് എത്തിക്കാനൊക്കെ ശ്രമിച്ചു. അപ്പോഴാണ് ഇവന് മനസ്സിലാവുന്നത് ഒരു പോലീസ് ഓഫീസർ ആവണമെന്നല്ലേ. അവന് ഫസ്റ്റ് ഇന്ത്യൻ പോലീസ് ഓഫീസറായി
പീറ്റർബറോയിൽ കാനഡയിൽ. എടാ അവന് കൊടുത്ത ഒരു സർട്ടിഫിക്കറ്റാണ്. എനിക്ക് ആ ഗിഫ്റ്റ് തന്നിട്ടുണ്ടോ സോളി? നോ, യു ഡോണ്ട് ഹാവ് ദാറ്റ്. എൻ്റെ ഇൻസ്റ്റയിലുണ്ട്. യു ഗോ ടു ഓക്കെ ലീവ് ഇറ്റ്. ഞാൻ പറഞ്ഞത് ഇവൻ്റെ ഐഡൻറ്റിറ്റി ഒന്ന് മറിഞ്ഞതാണ്. നമ്മളെ നാട്ടിലൊരു ഐഡൻറ്റിറ്റി പൂളൻ്റെ ഇലയും അതേപോലെ തന്നെ കഞ്ഞിൻ്റെ വെള്ളമൊക്കെ കുടിച്ച് കുടിയാന്മാരായി നിന്ന ഒരു ജനങ്ങളുടെ മക്കളാണ് നിങ്ങളൊക്കെ. പക്ഷേ ഈ നാട്ടുകാരുടെ ഐഡൻറ്റിറ്റി ഒക്കെ മറിഞ്ഞത് ലാഞ്ചിൽ ഗൾഫ് പോയപ്പോഴാണ്. അവിടെ പല രാജ്യക്കാരെയും കണ്ട് അവരുടെ ഇടയിൽ വർക്ക് ചെയ്ത് അവരെ മുന്നിൽ മികച്ചതാക്കാൻ വലിയൊരു ഐഡൻറ്റിറ്റി അവർ ഡെവലപ്പ് ചെയ്തു. അതിനാണ് ഈ നാട്ടിലെ പല ആൾക്കാരും മറിഞ്ഞ്. ഈ രണ്ടാമത്തെ ഒരാളെന്ന് നോക്കി നിങ്ങൾ. The next person, anybody else? Chamadu. This is Chama, Masood Chama. മസൂദ് ഞാൻ ഒരു പ്രാവശ്യം ഈ സുപ്രഭാതം എന്ന് പറഞ്ഞൊരു പേപ്പറിൻ്റെ ഒരു കരിയർ പ്രോഗ്രാമിന് സംസാരിക്കാൻ പോയിരുന്നു. ആ സംസാരത്തിലാണ് ഇവനെ കണ്ടത്. മൂക്കൊക്കെ ഒലിച്ച് എന്താ പറയുക വടകരയിൽ നിന്ന് വന്നിരുന്നൊരു പയ്യൻ, ഒരു നാടൻ എന്താ പറയുക മലബാറി കുട്ടി. അപ്പോൾ എന്നോട് ഒന്നാണ്ട് ചോദിച്ചു, സാർ എനിക്കിങ്ങനെ ഒരു UK പ്രോഗ്രാം അതിൽ ഒരു 2 ഇയർ BBA ഒക്കെ പഠിച്ച് ഇംഗ്ലണ്ട് പോക്ക് അതൊക്കെ എന്നെ കൊണ്ട് സാധ്യമാകുന്നില്ലേ? കാരണം ഞാനൊരു നാടൻ ആളാണ്, എനിക്ക് ഇത്രേ കഴിവുള്ളൂ എന്നൊക്കെ അല്ലേ. അപ്പോൾ ഞാൻ മസൂദിനോട് പറഞ്ഞു, മസൂദ് എൻ്റെ ഐഡൻറ്റിറ്റി ഈ ഒരു ഗ്ലോബലി പോകാൻ ആഗ്രഹിക്കുന്ന ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അത് ആദ്യം എൻ്റെ ബ്രെയിനിലേക്കാണ് നീ കൊടുക്കേണ്ടത്. പിന്നെ എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കയറും. പിന്നെ അന്നിൽ നിന്ന് വരുന്ന പ്രോസസ്സുകൾ ഭയങ്കര ഡിഫറെൻ്റ് ഔട്ടാണ്. അപ്പോൾ അവനൊരു ക്ലാസ്സിൽ ഉണ്ണനും മോശക്കാരനുമായിട്ടാണ് ക്ലാസ് കംപ്ലീറ്റ്ലി മനസ്സിലാക്കിയത്. പക്ഷെ അവൻ ചെയ്ത ഏറ്റവും വലിയ പ്രത്യേകത ഉണ്ട്. അവന് 2 വർഷം കൂടെ പഠിച്ചിട്ട് ഇംഗ്ലണ്ട് പോയതിന് ശേഷം അവന് ഫസ്റ്റ് അവരെ ബാച്ചിലെ ഗ്രൂപ്പിൽ അവനൊരു വീഡിയോ ഇട്ട്. ആ വീഡിയോ കണ്ടപ്പോൾ അവരൊക്കെ ഞെട്ടിയത് മസൂദ് മാറിയതിൽ. നോ നോ നോട്ട് നോ നോ ദി അതർ വൺ. സോറി, ടേക്ക് ടു ദി ഇൻസ്റ്റ അഗൈൻ. നോട്ട് ദാറ്റ്. ടേക്ക് ടു ദി ഇൻസ്റ്റ അഗൈൻ. അവൻ്റെ ഇൻസ്റ്റ എടുക്ക്. ആ ഇൻസ്റ്റയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മസൂദ് അവൻ്റെ ഒരു 2 വർഷത്തിന് ശേഷം അവൻ പോയ രാജ്യങ്ങളെങ്ങാണ്. സൗദി, മലേഷ്യ, ഫ്രാൻസ്, വെയിൽസ്, മൊറോക്കോ, ഇറ്റലി, മോണ്ടനീഗ്രോ, വാറ്റിക്കൻ സിറ്റി, ജർമ്മനി, സെർബിയ, അൽബേനിയ, സ്കോട്ട്ലൻഡ്, UAE, ടർക്കി, ഇംഗ്ലണ്ട്, നോർത്തേൺ അയർലൻഡ്, ഇന്ത്യ. അവൻ്റെ വയസ്സ് 22 വയസ്സുള്ളൂ കേട്ടോ. 22-23 വയസ്സ്. കല്യാണം കഴിഞ്ഞു. അവനിപ്പം സൗദിയിലൊരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ ഒരു ഐഡൻറ്റിറ്റിയിൽ ഉണ്ടാവുന്ന മാറ്റാണ് അവന്. എത്ര ചെറുപ്പത്തിൽ അവൻ ഇത്ര രാജ്യം ₹1 ഫാദറിന് പൈസ എടുക്കാതെ പോയിട്ടില്ല കേട്ടോ. ഒക്കെ സ്വന്തം അധ്വാനിച്ചിട്ടാണ് അവൻ പോയിട്ടില്ല. സ്വന്തം അധ്വാനിച്ചിട്ടാണ്. ഇനി മൂന്നാമത്തെ ഒരാളെ ഞാൻ കാണിച്ചു തരാം. ടേക്ക് വലീജ്. ദിസ് ഈസ് ആക്ച്വലി വലീജ് ബേസിക്കലി ഇവിടെ എൻ്റെ ഇപ്പോൾ 2 വർഷം ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ബിസിനസ്സുകാരുടെ ഒരു MBA പ്രോഗ്രാം റൺ ചെയ്യുന്നുണ്ട്. അതിൽ ഏകദേശം ഒരു 15-20ഓളം ബിസിനസ്സുകാരുടെ സ്ട്രാറ്റജിക് പ്ലാനിങ് ഓഡിറ്റ്, അവർ HR, മാർക്കറ്റിംഗ്, ഫിനാൻസ്, ഓപ്പറേഷൻ, IT ഇത് ഫിക്സ് ചെയ്ത് കൊടുക്കൽ, അവരെ 30 വർഷത്തെ പ്ലാന്, അൽസലാമ, അതേപോലെ തന്നെ ആധാർ ഗോൾഡ്, അതേപോലെ തന്നെ ഹാപ്പി കിഡ്, ഇങ്ങനത്തെ കമ്പനികളായിരുന്നു അവനെ ഓഡിറ്റ് ചെയ്തിരുന്നത്. അവൻ ഇവിടുത്തതിന് ശേഷം ഇംഗ്ലണ്ട് പോയതിന് ശേഷം അവന് ഹഡേഴ്സ്ഫീൽഡ് എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയിലാണ് പോയത്. അപ്പോൾ അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ അവരൊരു ഒരു ഫെറാറി, ലംബോഗിനി കാറ് കുട്ടികളെ കൊണ്ട് ഡിസൈൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. ആ ഡിസൈൻ ചെയ്യിപ്പിച്ച ടീം നോക്കി നിങ്ങൾ. ഒരാൾ ഒമർ സെയ്ദാണ്, രണ്ടാമത്തെ ജോയൽ റീഡ്, മൂന്നാമത്തെ അന്ന മറിയ, ബാഡിയ ബാർണൈൻ, സ്റ്റെഫാൻ, പാട്രിക്, വലീജിനാണ് അവർ ഇത് കൊടുത്ത് ബിസിനസ് മാനേജ്മെൻറ്റ് ഉത്തരവാദിത്വം കൊടുത്ത്. പിന്നെ ജോക്കലി, ജോർജ്, ജാക്ലീസ്, അസാൻ ഖാൻ, അവൻ പാകിസ്ഥാനിയാണ്, യാസർ ഖാലിഖ്, അവൻ അറബിയാണ്, ജെയ്ക് സ്മിത്ത്, മുഹമ്മദ് താഹിർ, അഗൈൻ പാകിസ്ഥാനിയാണ്, ജോർദൻ പ്രൈസ്, ഇവർക്കാണ് കൊടുത്തത്. വലീജ് ബേസിക്കലി അതിനുശേഷം വലീജിനെ റിക്രൂട്ട് ചെയ്തു. ആ യൂണിവേഴ്സിറ്റിയിലെ 2 ദമ്പതികൾ, ഒന്ന് ഉണ്ടോ അത്, ആ റിക്രൂട്ട് ചെയ്ത ടീം അവന് കൊടുത്ത വലിയൊരു കാര്യം, അവർക്കൊരു ലണ്ടനിലൊരു ബിസി സ്ട്രീറ്റിലെ ബാഗ്സും അതേപോലെ തന്നെ ഷൂ ഉണ്ടാക്കുന്ന ഒരു വലിയ റീറ്റെയിൽ ഔട്ട്ലെറ്റാണ്. ആ റീറ്റെയിൽ ഔട്ട്ലെറ്റിനെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉപയോഗിച്ചിട്ട്, ക്ലാവിയോ മാർക്കറ്റിംഗ് ഉപയോഗിച്ച്, ഇമെയിൽ മാർക്കറ്റിംഗ് ഉപയോഗിച്ചിട്ട് അതിൽ എന്താക്കുക, ഒരു ബുസ് ഉണ്ടാക്കുക, ഒരു റഷ് ഉണ്ടാക്കുക.
ആൻഡ് വലീജ് ലിറ്ററലി അവർക്ക് കണ്ടമാനം പൈസ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ വലീജ് പറഞ്ഞൊരു കാര്യമുണ്ട്, 9 മണിക്ക് തുറക്കുമ്പോൾ അവന് 8:30 പോയി നിൽക്കും. ഈ ബ്രിട്ടീഷ് കോഴ്സൊക്കെ എടുക്കുമ്പോൾ അവർ ആറ്റിറ്റ്യൂഡ് നല്ല വർക്കൗട്ട് ചെയ്യും. 5 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോബിൽ നിന്ന് പുറത്തു വരണം. പക്ഷെ വലീജ് 5 മണി കഴിഞ്ഞാൽ നിന്നിട്ട് ആ ദമ്പതികളെ എക്സ്ട്രാ വർക്കൊക്കെ ചെയ്യായിരുന്നു. അപ്പോൾ പറയും ഈ ബ്രിട്ടീഷുകാർക്ക് വേറെ സിസ്റ്റം ഉണ്ട്, ഒരു സാൻഡ്വിച്ചോ ജ്യൂസോ കുടിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ വലീജ് ഭക്ഷണമൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് കൊടുക്കൽ തുടങ്ങി. അപ്പം വലീജിനപ്പോൾ അവരിങ്ങോട്ട് തിരിച്ചും കൊടുക്കൽ തുടങ്ങി. വലീജ് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ടഫ് ഉണ്ടായിരുന്നത് ജുമയ്ക്ക് പോക്കായിരുന്നു. അപ്പോൾ ഈ ദമ്പതികൾ പറഞ്ഞു, പിന്നെ വലീജ് എനിക്ക് ജുമയ്ക്ക് പോകണമെങ്കിൽ അന്ന് 2 മണിക്കൂർ നീ പോയിക്കോ, ഞങ്ങൾ ഈ സമയം ചെയ്യാമെന്നില്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ വലീജിൻ്റെ ഐഡൻറ്റിറ്റി ഇപ്പോൾ വണ്ടൂക്കാരനാണ്. ഇന്ന് മറ്റേ ലോഞ്ച് എന്ന് പറഞ്ഞ കമ്പനീൻ്റെ മെൻഡ് എന്ന് പറഞ്ഞിട്ടില്ലേ ഒരു റീറ്റെയിൽ ഔട്ട്ലെറ്റ് ഉണ്ടാക്കുക, അതിൻ്റെ CEO ആണ് വലീജ്. വലീജാണ് അത് കംപ്ലീറ്റ്ലി മാപ്പ് ചെയ്തത്. അതിൻ്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറാണ്. ഇതാണ് ആ ദമ്പതികൾ, ആ 2 ബ്രിട്ടീഷ് ദമ്പതികൾ. അവന് ലോഡ്സിലല്ല, എൻ്റെ ഇൻഫർമേഷൻ ചെയ്യാണ് യോർക്കിലായിരുന്നു അവൻ താമസിച്ചിരുന്നത്. കംപ്ലീറ്റ്ലി വൈറ്റ്സാണ് യോർക്കിലൊക്കെ ഒരു കമ്മ്യൂണിറ്റി. ഇനി 4ാമത്തെ ഒരാളെ കാണിച്ചു തരാം. ഇതൊക്കെ അവൻ അവിടുത്തെ പേപ്പറിൽ അവൻ എഴുതിയ ആർട്ടിക്കിളാണ്, കണ്ടന്റ് മാർക്കറ്റിംഗ് ചെയ്താണ്. എന്നിട്ട് ആ ലേഡി പറയണം അവരെ ഫാമിലി ഗ്രൂപ്പിൽ കണ്ടില്ലേ വലീജിൻ്റെ ആർട്ടിക്കിൾ വന്നതിനെ കാണിച്ചു തരാണ്. ഇനി വേറൊരാളെ കാണിച്ചു തരാം. ദിസ് ഈസ് ജോർജ്. ഈ ജോർജിന് എനിക്ക് ഭയങ്കര ഒരു സംഭവമുണ്ട്. അതായത് ഞാൻ എൻ്റെ ഗൾഫിലെ ഒരു 27 ബിസിനസ്സുകാരൊപ്പം, അതിൽ ഷംസുദ്ദീൻ നെല്ലറ എന്ന് പറഞ്ഞൊരു കമ്പനി ഓണറുണ്ട്. അദ്ദേഹത്തിന് ടേൺ ഓവറിന് ഏകദേശം 2200 കോടിയിലെ ബിസിനസ്സുകാരനാണ്. ഒരു 2 ബില്യണേഴ്സിന് എന്താ പറയുക, റോൾസ് റോയ്സ് കാറൊക്കെ ബില്യണേഴ്സിലെ ബിസിനസ്സുകാരാണ് ആ ഗ്രൂപ്പിലുള്ളത്. അപ്പോൾ ഇവരൊക്കെ കൂടി കൂട്ടിയിട്ടാണ് ബോട്സ്വാന എന്ന് പറഞ്ഞ രാജ്യത്ത് പോയത്. ആ രാജ്യത്തിൻ്റെ തൊട്ടപ്പുറത്താണ് സാംബിയ എന്ന് പറഞ്ഞ രാജ്യം. അവിടെയാണ് ലോകത്തിലെ 2nd ലാർജസ്റ്റ് വാട്ടർഫോൾ എടുക്കുന്നത്. അതിൻ്റെ പേരാണ് വിക്ടോറിയ ഫോൾസ്. ഈവൻ ജോബർഗ് എന്ന് പറഞ്ഞിട്ട് സൗത്ത് ആഫ്രിക്കയിലെ ഒരു സിറ്റി ഉണ്ട്, ജോഹന്നസ്ബർഗ്. അവിടുന്ന് ഏകദേശം 800 കിലോമീറ്റർ വണ്ടി ഓടിച്ചിട്ട് ഞങ്ങളെ കാണാൻ വന്നു. ഞങ്ങളന്ന് അവിടെ പോകാനുണ്ടായ കാരണം യൂസഫ് അലിനെ നമ്മൾ കേട്ടിട്ടുള്ളൂ. ഗൾഫിലെ യൂസഫ് അലി നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതേപോലെ ഒരു ആഫ്രിക്കൻ യൂസഫ് അലി ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് രാമേന്ദ്രേട്ടൻ, ഒരു മലയാളിയാണ്. അദ്ദേഹം ഞങ്ങളെ ക്ഷണിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയത്. 20,000 തൊഴിലാളികളുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം ബൂട്ട്സ് ആൻഡ് സ്റ്റിച്ചസിനാണ്, തൃശ്ശൂർക്കാരനാണ് അദ്ദേഹം. ഏകദേശം അദ്ദേഹത്തിൻ്റെ ഒരു 600 ഹെക്ടർ കാറ്റൽ റാഞ്ചൊക്കെ ഉണ്ട്. ആ കാറ്റൽ റാഞ്ചിൽ പോയിട്ടായിരുന്നു ഞങ്ങൾ ഇവനെ കണ്ടത്. അവിടെ ഒരു മീറ്റിങ്ങിലാണ് ഇവൻ വന്നത്. ഇവൻ വന്നിട്ട് ഞങ്ങളൊക്കെ ബന്ധപ്പെട്ടൊരു 1-2 വർഷം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊക്കെ ദുബൈയിലായ സമയത്ത് ഈ ബിസിനസ്സുകാരായിട്ട് ഇപ്പോൾ സീഷെൽസ്, നമീബിയ, സൗത്ത് ആഫ്രിക്കയിലൊക്കെ അവന് ബിസിനസ് ചെയ്യുന്നുണ്ട്. അവനൊരു IAM ലക്നൗക്കാരി പെൺകുട്ടിയും കല്യാണം കഴിച്ചു അവൻ്റെ ലൈഫ് കൊണ്ടുപോവുകയാണ്. ഞാൻ പറഞ്ഞ ജോർജ് ബേസിക്കലി മലയാളി ദമ്പതികളാണ്. അവരവിടെ ഇവന് ജനിച്ചപ്പോൾ സൗത്ത് ആഫ്രിക്കൻ സിറ്റിസൺഷിപ്പ് കിട്ടി. അതിൽ 2ാമത്തെ ഒരുത്തനുണ്ട് മാത്യുവിന് അവർ പേടിച്ചു, അങ്ങനെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കൊടുത്തു. പക്ഷേ മാത്യുവിൻ്റെ വൈഫുണ്ട് ഗീതു, അവൾ എഗെയിൻ സൗത്ത് ആഫ്രിക്കൻ സിറ്റിസൺ ആണ്. ഓക്കെ, അവൻ്റെ വേറെ വല്ല ഫോട്ടോ ഉണ്ടോ? ഇത് സൗത്ത് ആഫ്രിക്കയിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ കാണുന്നതാണ്. ഈ ട്രീ നിങ്ങൾ ഊട്ടി പോയാൽ കാണും. ഈ ട്രീൻ്റെ പേരാണ് ജാക്കറാൻഡസ്. ഏറ്റവും മനോഹരമായ ഒരു വയലറ്റ് പുഷ്പങ്ങൾ. ബ്രിട്ടീഷുകാർ നമ്മളെ ഊട്ടിയിൽ ഇത് കുറേ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ കൂനൂർ ഭാഗത്തേക്കൊക്കെ ഡ്രൈവ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ മരം കാണാൻ പറ്റും. ഇത് ഞാൻ അവരെ കല്യാണത്തിന് പോയതായിരുന്നു, ഞാനും എൻ്റെ വൈഫും. ആ 2 കുട്ടികളാണ്. അതായത് ഗീതു ബേസിക്കലി സൗത്ത് ആഫ്രിക്കൻ സിറ്റിസണാണ്, അവളൊരു നേഴ്സാണ്. ജോർജാണ് അത് മിഡിലില്ലേ, അവർ മധുരം വെപ്പിന് പോയതായിരുന്നു. ഇപ്പുറത്തില്ലേ മാത്യു ഇന്ന് ബിസിനസ് ചെയ്യുന്ന സീഷെൽസിലാണ്. ജോർജ് ഇന്ന് 4 രാജ്യങ്ങളിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്. ഇവരുടെ പ്രത്യേകത, ഇവരുടെ ഐഡൻറ്റിറ്റി ഗ്ലോബലാണ്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും സഞ്ചരിക്കാൻ ഇവർ തയ്യാറാണ്. ഞാനൊരു നാട്ടിൽ ഒതുങ്ങിക്കൂടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഇനി 4ാമത്തെ ഒരാളെ കാണിച്ചു തരാം. ഇത് ഷഹീദ്. ഞാൻ ഇന്നലെ ഒരു പോഡ്കാസ്റ്റ് നടത്തിയിട്ടുള്ളൂ. 1500 കോടി ബിസിനസ്സിൻ്റെ ഒരു സ്ഥാപകനാണ്. കേരളത്തിലെ മിക്കവാറും പ്രധാനപ്പെട്ട റോഡ്സും ബ്രിഡ്ജസൊക്കെ ക്രിയേറ്റ് ചെയ്തത് ഇവരുടെ കമ്പനിയാണ്. എൻ്റെ 3rd ബാച്ച് ബിസിനസ്സുകാരുടെ ക്ലാസ് എക്സിക്യൂട്ടീവ് MBA നടക്കുന്നുണ്ട്. അതിലൊരു സ്റ്റുഡൻ്റാണ് ഞാൻ. അപ്പോൾ മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിലെ M.Tech ഹോൾഡറാണ്. അവൻ്റെ ഒരു ഐഡൻറ്റിറ്റി നോക്കി നിങ്ങൾ. MD PMR ഗ്രൂപ്പ്, എൻജിനീയർ, സീരിയൽ ഓൺട്രപ്രനർ, ഫോക്കസ്ഡ് ഓൺ സ്കെയിലബിൾ ഗ്രോത്ത് ആൻഡ് ഇൻഡസ്ട്രി ഇമ്പാക്ട് എന്നാണ് അവൻ പറഞ്ഞിട്ടില്ലേ. നിങ്ങൾ അവൻ്റെ ഇൻസ്റ്റയിൽ പോവുകയാണെങ്കിൽ അവൻ പോവാത്ത രാജ്യങ്ങളുണ്ടാവില്ല. ക്ലാസ് റൂമിൽ നമ്മൾ ഗൂഗിളിനെ കുറിച്ച് പറയുമ്പോൾ ഗൂഗിളിൻ്റെ ലിറ്ററലി കാലിഫോർണിയയിലെ ക്യാമ്പസിൽ അവൻ വിസിറ്റ് ചെയ്യും. ഡിസ്നിലാൻഡിനെ കുറിച്ച് പറയുമ്പോൾ എന്നോട് ഫ്ലോറിഡയിൽ നിന്ന് പറയണ പിങ്കാണ് സാർ റോഡ്, ഫോർട്രാക്ക് റോഡാണ്, ഭയങ്കര മനോഹരമാണ് ഡിസ്നിലാൻഡ്. വൈഫിൻ്റെ നിർബന്ധപ്രകാരമാണ് പോയത്, പക്ഷേ ഒരു രക്ഷയില്ല ഡിസ്നിലാൻഡ്.
ഷഹീദ് എന്ന് ആ ബാച്ചിൻ്റെ ഒരു കൺസോർഷ്യം ഉണ്ട്, അതിൻ്റെ CEO ആണ് ഷഹീദ്. സുക്കുക എന്നാണ് അതിൻ്റെ പേര്. മലപ്പുറത്തുകാരനാണ്. നിങ്ങൾ പോയിട്ട് കാണണം. ഇവരൊക്കെ നിങ്ങൾ ഫോളോയും ചെയ്യണം. നിങ്ങൾ ഐഡൻറ്റിറ്റി അറിയാതെ മാറും. കഴിഞ്ഞോ? ഫിനിഷ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ ബെസ്റ്റ് 5 ഫ്രണ്ട്സിനനുസരിച്ചിരിക്കും നിങ്ങളെ ഐഡൻറ്റിറ്റി. ബെസ്റ്റ് 5 ഫ്രണ്ട്സ്. ഈ 5 ഫ്രണ്ട്സ് ഉടായ്പാണ്, നിങ്ങൾ ഉടായ്പായിരിക്കും. ഈ 5 ഫ്രണ്ട് നേസേഴ്സ് ആണെങ്കിൽ, നേസേഴ്സ് പറഞ്ഞാൽ എന്താ? നോ മാൻ, ദാറ്റ്സ് ഗോണ ഡു, ദാറ്റ്സ് നോട്ട് ഗോണ വർക്ക് വിത്ത്, നിങ്ങളെപ്പോഴും നിരുത്സാഹപ്പെടുത്തുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കുന്നില്ല. നിങ്ങളെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ഒരാൾ വൈഫായിരിക്കും. എത്ര പേര് വൈഫിനെ കാലിബ്രേറ്റ് ചെയ്തവരുണ്ട്? കല്യാണം കഴിച്ചവരുണ്ടെങ്കിൽ ഞാൻ പറയുന്നു. രണ്ടാമത്തെ, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആൺകുട്ടിയും പെൺകുട്ടി ഉണ്ടാവും. നിങ്ങൾ ഭയങ്കര ചൂസ് ചെയ്യണം നിങ്ങളെ വൈഫിൻ്റെ കാര്യത്തിൽ, ആൺകുട്ടിയാലും പെൺകുട്ടിയാലും. നിങ്ങളൊരു കരിയറിന്, നിങ്ങളുടെ ഒരു ഡ്രീമിന് പറ്റിയ പെൺകുട്ടിയെ കല്യാണം കഴിക്കുക. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പണി ഭയങ്കര എളുപ്പമായിരിക്കും. മറ്റേ കുറച്ച് ടഫായിരിക്കും നമുക്ക്. രണ്ടാമത്തെ ഒരു സാധനം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ 4th ബാച്ചിൽ സ്റ്റുഡൻ്റ് ഉണ്ട്, ഇബിന് ജല. അവൻ പറയാണ്, എൻ്റെ അടുത്തൊരു ഡിജിറ്റൽ മാർക്കറ്റർ വന്നു. ഞാൻ അവനോട് ചോദിച്ചു എത്ര ശമ്പളം വേണമെന്ന്. അവൻ പറഞ്ഞു 20,000 രൂപ വേണമെന്നാണ്. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, എൻ്റെ വീട്, എൻ്റെ ഒരു വണ്ടി നീ ആഗ്രഹിക്കുന്നില്ല, എന്തെല്ലാം സൗകര്യങ്ങളാണ് നീ ആഗ്രഹിക്കുന്നത് ഒക്കെ എഴുതാൻ പറഞ്ഞു. അത് എഴുതാൻ പറഞ്ഞപ്പോൾ ഏകദേശം 1.2 CR എത്തിയെന്ന് പറഞ്ഞു. ഇവിടെ അവൻ പറഞ്ഞു, ഞാൻ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ 1.2 CR എനിക്ക് എടുക്കാമെന്ന് പറഞ്ഞു. നീ ട്രൈ ചെയ്യാൻ ശ്രമിക്കണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ആ കുട്ടി തയ്യാറായി. അവൻ പറയുമ്പോൾ ഒരു 1.5 year ആയിട്ട് ആ കുട്ടി ഭയങ്കര ചാവി കൊടുത്ത പാവ് പോലെയാണ് വർക്ക് ചെയ്യൽ തുടങ്ങിയതാണ്. നിങ്ങൾ ഇതേപോലെ നിങ്ങൾ എഴുതണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടി ഏതാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീട് ഏതാണ്, നിങ്ങൾ എത്ര സേവിങ്സ് ആണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ എഴുതണം. ഞാൻ MBA പഠിക്കുന്ന സമയത്ത് ഞങ്ങളെ ബിസിനസ് സ്കൂളിൽ വന്ന ഒരാളായിരുന്നു കഫേ കോഫിൻ്റെ ഹെഡ്. അദ്ദേഹത്തിൻ്റെ പേരാണ് സിദ്ധാർത്ഥ്. അന്ന് പറഞ്ഞ വലിയൊരു കാര്യമുണ്ട്. 8.5 കോടി ബാങ്ക് അക്കൗണ്ടിലായപ്പോൾ എനിക്ക് പൈസനോടില്ല വാല്യൂ പോയി എന്നാണ്. പൈസ എന്ന് പറഞ്ഞ സാധനം പിന്നെ സെക്കൻഡറി ആയി. പിന്നെ അവൻ പറഞ്ഞു, എൻ്റെ ചിന്ത കംപ്ലീറ്റ്ലി ഈ സ്റ്റാർബക്സ് പോലെ അവർക്ക് കണ്ടമാനം ഹെക്ടർ കണക്കിന് കോഫി പ്ലാന്റേഷൻ ഉണ്ട് ചിക്മംഗ്ലൂരിൽ. അതിന് സ്റ്റാർബക്സ് പോലെ ഒരു പ്രീമിയം കോഫി ഷോപ്പ് ഉണ്ടാക്കണം എന്നുള്ള താല്പര്യത്തിലാണ് ഞാൻ വർക്ക് ചെയ്ത്. അങ്ങനെയാണ് ഞാൻ കഫേ കോഫിയുടെ ഉണ്ടാക്കിയെന്നില്ലേ. അന്നത്തെ കാലത്ത് BJP കോൺഗ്രസ് ഇഷ്യൂവിൽ ED വന്ന് റെയ്ഡ് ചെയ്തപ്പോൾ മണ്ടോവി റിവറിൻ്റെ ബ്രിഡ്ജിൽ നിന്ന് അവൻ ചാടി മരിക്കുകയും ചെയ്ത്. ഞാൻ അവൻ്റെ മയ്യത്തൊക്കെ കണ്ടപ്പോൾ ഞാൻ കുറേ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. അവനെ കണ്ട് ഒരു ഓൺട്രപ്രീനർ, അവൻ എത്രയോ ആൾക്കാർക്ക് തൊഴിൽ കൊടുത്ത് എത്രയോ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി. അവൻ്റെ ഒരു എൻഡാണ് കണ്ട്. പക്ഷെ ഭാഗ്യവാനായിരുന്നു അവന്. കാരണം അവൻ്റെ വൈഫിനെ അവനെപ്പോഴും മീറ്റിങ്ങുകളിലും കാര്യങ്ങളിലും കൊണ്ടുപോയത്. നിങ്ങളൊന്ന് ആലോചിച്ച്, ഒരു ഓൺട്രപ്രീനർ പെട്ടെന്ന് മരിക്കുകയാണെങ്കിൽ അവൻ്റെ വൈഫിന് അവനെക്കുറിച്ച് യാതൊരു അറിവും ഉണ്ടാവില്ല. ഇവനൊരു കാര്യം കൂടി അവളോട് പറയുന്നുണ്ടാവില്ല. കാരണം ബിസിനസ്സുകാരൊക്കെ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്, മക്കളോടും അതേപോലെ ഭാര്യനോടും നമ്മളെ പ്രയാസങ്ങളൊന്നും പറയരുതെന്നാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പൊട്ടന്മാരായ ബിസിനസ്സുകാരാണ് അവരെന്ന് മനസ്സിലാക്കാറ്. ഈ ഭാര്യ അദ്ദേഹത്തിൻ്റെ മരിപ്പിന് ശേഷമാണ് അവരുടെ IT പാർക്കിനൊക്കെ ബ്ലാക്ക് റോക്കിന് വിറ്റത്. കഫേ കോഫിനെ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്ത്. അതേസമയത്ത് രാമേന്ദ്രേട്ടുണ്ട്, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഗൾഫിൽ ഒരു പ്രാവശ്യം എക്സിക്യൂട്ടീവ് MBAൻ്റെ ബാച്ച് എടുക്കുന്ന സമയത്താണ് നൈല ഉഷ എന്ന് പറഞ്ഞ നടിയും അതേപോലെ തന്നെ RJFS വിളിച്ചത്. അപ്പോൾ അവരെന്നോട് പറഞ്ഞ കാര്യമുണ്ട്, രാമേന്ദ്രേട്ടൻ, അറ്റ്ലസ് ജ്വല്ലറിയുടെ രാമേന്ദ്രേട്ടൻ, ജനകോടികളുടെ വിശ്വസ്ഥാപനം, അദ്ദേഹത്തിന് ജയിലിൽ കൊണ്ടിട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഈ ചെക്ക് ഒപ്പിടാനും കൂടി അറിയില്ലായിരുന്നു എന്നല്ലേ. അങ്ങനെയാണ് അവർ മരിച്ചതെന്നല്ലേ. അപ്പോൾ അങ്ങനെ എത്ര ബിസിനസ്സാണ്. അപ്പോൾ നമ്മളെ സ്പൗസിനെ, നമ്മളെ വൈഫിനെ നമുക്കനുസരിച്ച് ഓറിയൻറ്റ് ചെയ്യുക. വൈഫ്മാരുണ്ടെങ്കിൽ ഹസ്ബൻഡിനെ ഓറിയൻറ്റ് ചെയ്യണം. ഞാനിപ്പോൾ എൻ്റെ മക്കളെ രണ്ടൊരു സ്കൂളാണ് ഇട്ട് കൊടുത്തതിൽ #ടാഗ് എന്ന് പറഞ്ഞിട്ട് മഞ്ചേരിയിലൊരു സ്കൂളാണ്. IB IGCC റിലേറ്റഡ് ആയിട്ട് 4 റൂമിൽ നടക്കുന്നതാണ്. എൻ്റെ കുട്ടനെ 10ാം ക്ലാസ് വരെ 10 വയസ്സ് വരെ സ്കൂളിലേക്ക് വിട്ടിട്ടില്ലായിരുന്നു. കാരണം അവൻ്റെ ഒറിജിനൽ തൊട്ട് സ്കൂൾ നശിപ്പിക്കേണ്ട വെച്ചിട്ട് ഇപ്പോഴാണ് ആ സ്കൂൾ കണ്ടത്. അപ്പോൾ ആ സ്കൂളിൽ യൂട്യൂബും വീഡിയോ എഡിറ്റിംഗ് എല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ അതൊക്കെ ചെയ്യുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ആ പെൺകുട്ടിയുടെ പ്രത്യേകത തന്നെ അവളുടെ ഹസ്ബൻഡും ആ ജോബിൻ്റെ ഭാഗമാണ്. അവർ രണ്ടാളും കൂടിയാണ് ജോബ് ചെയ്യുന്നത്. എത്ര മനോഹരമായിരിക്കും. കാരണം ഇനി നമുക്ക് ടൈം ഉണ്ടാവില്ല. നമുക്ക് നമ്മളെ സ്പൗസിനും കൂടി കൂട്ടേണ്ടി വരും. അപ്പോൾ പ്രോസസ്സസ് ആണ്. എന്താണ് പ്രോസസ്സസ്? നിങ്ങൾ പ്രോസസ്സസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, നിങ്ങൾ ഐഡൻറ്റിറ്റിനെ വലുതാക്കണം. ഞാൻ ഈ ഒരു ഐഡൻറ്റിറ്റി നിങ്ങൾക്ക് കാണിച്ചു തരണം. ഗ്ലോബലൈസേഷൻ നടക്കും. ഇതാണ് ഗ്ലോബലൈസേഷൻ. ഈ ഗ്ലോബലൈസേഷൻ, ഗ്ലോബൽ എന്ന് പറഞ്ഞ ടേം ഉണ്ടാക്കിയ ഡഗ്ലസ് മാക്ലുഹാൻസ് ആണ്. അദ്ദേഹം ഒരു കനേഡിയൻ കമ്മ്യൂണിക്കേഷൻ സയൻറ്റിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം 1964 പറഞ്ഞൊരു കാര്യമുണ്ട്, ഗ്ലോബൽ വില്ലേജ്. 2000 ആണ്ട് വരുമ്പോഴേക്ക് അദ്ദേഹം പറഞ്ഞു, ലോകത്ത് കണ്ടമാനം ടെക്നോളജി ഉണ്ടാവും. ന്യൂയോർക്കിൽ ഒരാൾക്ക് ഡൽഹിയിൽ ഒരാളായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, എനി പ്ലാറ്റ്ഫോം യു ലൈക്ക്,
അതിലൊക്കെ നമുക്ക് സംസാരിക്കാൻ പറ്റും. അന്ന് അയാൾ പ്രാന്തൻ എന്ന് പറഞ്ഞ എല്ലാവരും. രണ്ടാമത് അയാൾ പറഞ്ഞു ഇൻ്റർനെറ്റ് ഭയങ്കര വ്യാപൃതമാവും, ഭയങ്കര. അമേരിക്കയിലൊരു MIT എന്ന് പറഞ്ഞിട്ടുള്ള മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഉണ്ട്. അവർ അമേരിക്കൻ ഡിഫൻസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുത്ത ഒരു എന്താ പറയുക നെറ്റ്വർക്കാണ് നമ്മളെ ഇൻ്റർനെറ്റ്. അതിന് പിന്നെ നമ്മൾ വലുതാക്കിയതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥാപനത്തിലൂടെ ബിസിനസ് നടത്തുന്നതാണോ. 1984 തിയോഡർ ലെവിറ്റ് എന്ന് പറഞ്ഞ ആളാണ് ഗ്ലോബലൈസേഷൻ പറഞ്ഞത്. അയാൾ പറഞ്ഞു 2000, 2010, 2020 ആകുമ്പോഴേക്ക് ഇൻ്റർനെറ്റ് ബേസ്ഡ് കമ്പനികളായിരിക്കും ലോകം റൂൾ ചെയ്യാൻ. ഞാൻ കോവിഡിന് കണ്ടു ഫാൻ കമ്പനീസ്, ഫേസ്ബുക്ക്, ആപ്പിൾ, ആമസോൺ, നെറ്റ്ഫ്ലിക്സ്, ഗൂഗിൾ, അവരെ കയ്യിലിരുന്ന് ക്യാഷ് ഫ്ലോ. ലോകം കംപ്ലീറ്റ് ഇടിഞ്ഞതാണ്. എപ്പോഴും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു ലോകം തന്നെ എന്താക്കി കോവിഡിന് ശേഷം ലോകത്ത് വന്നു. ഇന്നത്തെ AI വെർച്വൽ റിയാലിറ്റിൻ്റെ ലോകത്ത് ഇനി ഒരു മനുഷ്യന് പേഴ്സണൽ സ്പേസ് ഉണ്ടാവില്ല. ഞാൻ ഇന്ന് എൻ്റെ ഇൻസ്റ്റാഗ്രാം വർക്ക് ചെയ്ത് തുടങ്ങണം, അല്ലെങ്കിൽ എനിക്കിനി നിൽക്കാൻ കഴിയില്ല. എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ എൻ്റെ റിഫ്ലക്ഷൻസ് പോകണം, എൻ്റെ ലൈഫ് പോകണം, എൻ്റെ ഫേസ്ബുക്കിലൂടെ. ഞാൻ തന്നെ ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കാറുണ്ട്. ഏകദേശം ഒരു 182,000 ആൾക്കാരെ വ്യൂസ് കിട്ടും. ഈ വ്യൂസൊക്കെ അവർ പലരും പലതാണ്. സ്ത്രീകൾ നോക്കുന്ന വേറെയാണ്, കുട്ടികൾ നോക്കുന്ന വേറെയാണ്, അതേസമയത്ത് കുറേ ഓണ്ടർപ്രിനേഴ്സ് ഉണ്ട്, അവർ നോക്കുന്ന വേറെയാണ്. ഇനി ഒരു ഡിജിറ്റൽ സിഗ്നിഫിക്കൻസ് ഇല്ലാതെ നമുക്ക് നിൽക്കാൻ പറ്റില്ല. ഇത് പ്രവഹിച്ച ആളാണ് തിയോഡർ ലെവിറ്റ്. അദ്ദേഹം മരിച്ചു, ഹാർവർഡിൽ പ്രൊഫസറായിരുന്നു. മൂന്നാമത്തെ ഒരാളാണ് റാൻഡോൾഫ് ബോണ്. അദ്ദേഹമാണ് ട്രാൻസ്നാഷണൽ കമ്പനി എന്ന് പറഞ്ഞത്. അതായത് ലോകത്തെ പിടിച്ചു നിൽക്കുന്ന കമ്പനികൾ, മൾട്ടിനാഷണൽ ട്രാൻസ്നാഷണൽ കമ്പനി. നൈക്കി, നെസ്ലെ, കോക്ക്, പെപ്സി, അതേപോലെ തന്നെ ഗൂഗിൾ. ലോകത്തെ ഏതൊരു രാജ്യത്തിനും ഈ കമ്പനികളുണ്ടാവും. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയട്ടെ, ഏറ്റവും ടോപ്പ് ട്രാൻസ്നാഷണൽ കമ്പനികൾ ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കമ്പനികൾ നിങ്ങളുടെ ജീവിതത്തിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം കുടുങ്ങും. ഗൂഗിള്, ആമസോൺ, ഫ്ലിപ്കാർട്ട്, നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം കൊടുക്കൂലേ? പറയുങ്ങൾ നമ്മളെ ജീവിതം എത്ര ദുരിതത്തിലാവുന്ന ആലോചിച്ച് നോക്കും. യൂട്യൂബൊക്കെ പോയി കഴിഞ്ഞാൽ ജാവേദ് കരീമിനൊന്നും എടുക്കും യൂട്യൂബിൻ്റെ. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഗ്ലോബലൈസേഷൻ കാലത്തേക്കാണ് നിങ്ങൾ പോകുന്നത്. ഇപ്പോഴത്തെ ഒരു കേസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഗ്ലോബലി മൂവ് ചെയ്യാം. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുടെ ബിസിനസ്സും ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ സാധനം ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ആവശ്യമുള്ള സാധനമാണ്. ഗ്രാഫിക് ഡിസൈൻ എന്ന് പറഞ്ഞ സാധനം ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും ആവശ്യമുള്ളതാണ്. നിങ്ങൾ ഒരിക്കലും ഇന്ത്യയിൽ ജനിച്ച് ഇന്ത്യയിൽ മരിക്കാൻ ആഗ്രഹിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ ചക്രവാളങ്ങളെ തുറന്നിടണം. ലോകത്തെല്ലായിടത്തും പോകാൻ നിങ്ങൾ ആഗ്രഹിക്കണം. ഓക്കെ, ടേക്കിന് ഗൂഗിൾ ഇനി ഒരാള്. ഇനി എനിക്ക് പറയാനൊരു കാര്യം, ഗ്ലോബലൈസേഷൻ 1.0 ജാവേദ് കരീം കിട്ടിയോ? ഇറ്റ്സ് ദെയർ ഇൻ ഗൂഗിൾ. ഓക്കെ, അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എത്ര പേര്, ഇനി ഞാൻ ഒന്നുകൂടി ചോദിക്കുകയാണ്, നിങ്ങളുടെ ഐഡന്റിറ്റി ഗ്ലോബൽ ആക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്? ഞാൻ വോണ്ട് ഗോ ഗ്ലോബൽ. ലോകരാജ്യങ്ങൾ വിസിറ്റ് ചെയ്യണം, എനിക്ക് ജോബിലും ഇങ്ങനത്തെ രീതിയിൽ വർക്ക് ചെയ്യണം, ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളും കാണാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ആഗ്രഹിക്കുന്നവർ പറയും. ബാക്കി പടച്ചോൻ്റെ അടുത്താണല്ലോ. ഒന്ന് കൈപൊക്കിക്കോളൂ. ഇൻഷാ അല്ലാ കൈ പൊക്കുമ്പോഴേ അള്ള എന്താക്കുള്ളൂ, നിങ്ങളെ വളർത്തുള്ളൂ. ഇനി അതിൻ്റെ പ്രോസസ്സുകളാണ് നിങ്ങൾ നോക്കേണ്ടത്. ഇതാണ് ജാവേദ് കരീം. ഇവനൊരു ബംഗാളിയാണ്, നമ്മൾ ബംഗു എന്ന് പറയും. ഇവനാണ് യൂട്യൂബ് ഫൗണ്ട് ചെയ്തത്. ഇപ്പം യൂട്യൂബ് ഫൗണ്ട് ചെയ്തിട്ട് വളരെ കുറഞ്ഞ പൈസക്ക് അവൻ വിറ്റുപോയത്. നമ്മളാരും ജാവേദിനെ അറിയില്ല. ജാവേദ് ബേസിക്കലി ഫസ്റ്റ് ഇട്ട യൂട്യൂബ് വീഡിയോ ആണിത്, ദ സൂ. എനിക്ക് അതിന്റെ താഴത്തുണ്ടത് എത്ര മില്യണാ കണ്ടതിലോ. Cool thing about these guys is that they have really, really, really long trunks, and that's cool. And that's pretty much all there is to say. താഴത്തേക്ക് വരുമോ? ആ വീഡിയോ ഏകദേശം 368 മില്യൺ ആൾക്കാർ കണ്ടിട്ടുണ്ട്. യൂട്യൂബിൽ ആദ്യം അപ്ലോഡ് ചെയ്ത വീഡിയോ ആണത്. സത്യത്തിൽ പിന്നെ 100-200 മില്യൺ ആണ് വിൽക്കുന്നത്. ഇന്നത് ഏകദേശം 3.2 ട്രില്യൺ വർത്തിൽ വലിയൊരു കമ്പനിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയട്ടെ. അവനത് വിറ്റില്ലായിരുന്നെങ്കിൽ അവനൊന്ന് ആരാവുമായിരുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കും. ഇവനൊരു ജർമ്മൻ സായിപ്പത്തിക്ക് ബംഗ്ലാദേശി അച്ഛനുണ്ടായൊരു മോനാണ്. പിന്നെ സോറി സാറേ, ഗ്ലോബലൈസേഷൻ. ഈ ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ വലിയ സാധനമാണ്. ഗ്ലോബലൈസേഷൻ 1.0 ഉണ്ടാക്കിയത് അറബ്സാണ്. അറബ്സ് ലോകരാജ്യങ്ങൾ കംപ്ലീറ്റ്ലി ട്രാവൽ ചെയ്യുമായിരുന്നു. ഒരു കച്ചവടക്കാരായിരുന്നു അവർ. ഈ കച്ചവടക്കാരായിട്ടാണ് നമ്മളെ കോഴിക്കോടൊക്കെ വന്നത്. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഒരു മലേഷ്യയിലും ഇന്തോനേഷ്യയിലൊക്കെ പോയിട്ട് കച്ചവടം ചെയ്യും. അതിനിപ്പോൾ തന്നെ ഒരു ദീന് കൊടുക്കും. അങ്ങനെ പോയൊരു കൂട്ടായിരുന്നു അവർ. ഇപ്പോൾ വാസ്കോഡ ഗാമ, ഞാൻ ശരിക്കും കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിൽ പോയതാണ് സൗത്ത് ആഫ്രിക്കയിൽ. അപ്പോൾ വാസ്കോഡ ഗാമൻ്റെ കപ്പിത്താനുണ്ട് അവിടെ എഴുതപ്പെട്ടത്. അവനൊരു മൊറോക്കോക്കാരനാണ്, ഒരു താരിഖ് എന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ
ഇവരൊക്കെ അന്നത്തെ കാലത്ത് ഇവർക്ക് നല്ല മാരിടൈം ട്രേഡ് അറിയായിരുന്നു. അറബിയൊക്കെ എക്സാക്ട്ലി അറിയായിരുന്നു കേരളത്തിലേക്കില്ല വിൻഡാണ് വെസ്റ്റർലി വിൻഡ്. നമുക്ക് എല്ലാ സമ്മറിലും വരുന്ന അറേബ്യൻ കടലിൽ നിന്ന് അടിക്കുന്ന കാറ്റ്, ആ കാറ്റിന് അഭിമുഖമായിട്ട് അവരെ പായക്കപ്പൽ വിരിച്ച കേരളത്തിൽ എത്തുന്നവർക്ക് അറിയായിരുന്നു. അങ്ങനെയാണ് അവർ കേരളത്തിൽ ട്രേഡ് ചെയ്തത്. 700 1200 വർഷങ്ങളോളം ഈ ട്രേഡ് നടന്നിരുന്നു. അന്ന് ഏതുപോലെ ഒരു സായിപ്പിനെ നമ്മൾ ബഹുമാനിക്കുന്നു അതേപോലെ അറബ് ട്രേഡേഴ്സിനെ ബഹുമാനിച്ചിരുന്നു. അതിനുശേഷം വന്ന രണ്ടാമത്തെ യുഗമാണ് ഗ്ലോബലൈസേഷൻ 2.0. ഗ്ലോബലൈസേഷൻ 1.0 ലോകത്ത് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്ന രണ്ട് എക്കോണമികൾ, ഒന്ന് ചൈന, രണ്ടാമത്തെ ഇന്ത്യ ആയിരുന്നു. ഔറംഗസീബിൻ്റെ ലാസ്റ്റ് കാലം വരെ 25% ഇന്ത്യൻ GDP ഗ്രോത്ത് വേൾഡിന് കൊടുത്തിരുന്നത്, മുഗളിൻ്റെ ലാസ്റ്റ് രാജാവ്. അതിനുശേഷം ബ്രിട്ടീഷുകാർ അത് 2.5% ചുരുക്കി. മൻമോഹൻ സിംഗ് മാത്രമാണ് അത് 7.5% ആക്കിയത്. ഓരോ പ്രൈം മിനിസ്റ്റേഴ്സിൻ്റെ GDP ഗ്രോത്ത് കണ്ടു കഴിഞ്ഞാൽ അവർ എത്ര കോൺട്രിബ്യൂട്ട് ചെയ്തതെന്നല്ലേ നിങ്ങൾക്ക് മനസ്സിലാവും. രണ്ടാമത്തത് ചൈന ആയിരുന്നു. ചൈന 27% വേൾഡ് GDPക്ക് കൊടുത്തിരുന്നു. ചൈനൻ്റെ ഇന്ത്യൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഗ്രൗണ്ട് വാട്ടർ റിസർവ് ഇല്ലത് ടിബറ്റൻ പ്ലാറ്റോയിലാണ്. അവിടുന്ന് വരുന്ന ബ്രഹ്മപുത്ര, ഗംഗ, അതേപോലെ തന്നെ ഇൻഡസ് റിവർ, ചൈനയിൽ പോകുന്ന ഹൊയാങ്ഹോ റിവർ, അതേപോലെ തന്നെ മെക്കോങ് റിവർ, ഇതിൻ്റെ ഡെൽറ്റയിലാണ് ലോകത്തിലെ എല്ലാ ഫാർമേഴ്സും വന്ന് അടിച്ചത്. അപ്പോൾ ഇന്ത്യയിലും ചൈനയിലും കണ്ടമാനം ജനങ്ങളുണ്ടായിരുന്നു, കണ്ടമാനം കൃഷിക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് അന്ന് കാർഷിക വൃത്തിയിലെ സമയമാണ്. ആ സമയത്ത് മാക്സിമം കൃഷിക്കാരിലെ രാജ്യത്തിനായിരുന്നു മാക്സിമം GDP നടന്നിരുന്നത്, ആ രാജ്യം പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് നടന്നിരുന്നത്. രണ്ടാമത്തെ യുഗം യൂറോപ്യൻസ് ഉണ്ടാക്കിയാണ് വ്യാവസായിക വിപ്ലവം. അവരിതിനൊക്കെ എതിരായിട്ടുള്ള മെഷീൻസ് കണ്ടുപിടിച്ചു, സ്റ്റീം എൻജിൻ കണ്ടുപിടിച്ചു, ജെറ്റ് എൻജിൻ കണ്ടുപിടിച്ചു, ലോക്കോമോട്ടീവ് വാഹനങ്ങൾ കണ്ടുപിടിച്ചു. അങ്ങനെ അവർ കണ്ടമാനം ഫാക്ടറികൾ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ലോകത്തിലെ എക്കണോമി കംപ്ലീറ്റ്ലി യൂറോപ്പിലേക്ക് പോയി. ചൈന, ഇന്ത്യയൊക്കെ രണ്ടാമതായി അവരിലേക്ക് പോയി. 1990 നടന്ന വരെ 2000, അതായത് ഗ്ലോബലൈസേഷൻ 2.0 യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയിലും മുൻനിരയിൽ ഇരുന്നിരുന്നത്. പക്ഷേ 1970 ഈ എല്ലാ രാജ്യങ്ങളെയും കടത്തി വെട്ടിയിട്ട് ജപ്പാനാണ് മുന്നേറിയത്. പക്ഷേ ജപ്പാൻ 1990 വീണ്ടും ഇൻ്റർനെറ്റ് ബേസ്ഡ് ടെക്നോളജിയിൽ വീക്കായതുകൊണ്ട് അമേരിക്കയ്ക്കാണ് അതിൻ്റെ ലീഡർഷിപ്പ് കൊടുക്കുക. ഇനി ഗ്ലോബലൈസേഷൻ 3.0 ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. 3.0 ഒരു രാജ്യമുണ്ട്. ആ രാജ്യം ഏതാ നിങ്ങൾ എന്നോട് പറഞ്ഞു തരണം. ഗ്ലോബലൈസേഷനിൽ വിജയിക്കണമെങ്കിൽ 3 കാര്യങ്ങൾ വേണം. ഒന്ന് എടുക്കോ. ഒരു കാര്യം ഇൻഫർമേഷൻ ടെക്നോളജിയാണ്. IT-യിൽ ആ രാജ്യമായിരിക്കണം ലോകത്തിലെ നമ്പർ 1. രണ്ടാമത്തെ ടെലികമ്മ്യൂണിക്കേഷനിൽ ആ രാജ്യമായിരിക്കണം ലോകത്തിലെ നമ്പർ 1. മൂന്നാമത്തെ ട്രാൻസ്പോർട്ടേഷൻ ടെക്നോളജി, ലോകത്തിലെ പോർട്ടുകൾ, റോഡുകൾ, അതുപോലെ കപ്പലുകൾ മാക്സിമം എക്സ്പോർട്ട് നടത്തുന്ന രാജ്യം ആ രാജ്യമായിരിക്കണം. ഇതേത് രാജ്യം ഇന്ന് ലോകത്തിൽ? അമേരിക്കനേക്കാളും വലിയൊരു രാജ്യം ഒന്ന് വളർന്നു വരുന്നുണ്ട്. ഏതാണ് ആ രാജ്യം? പറയുങ്ങൾ ഏതാണ്? ചൈന. നിങ്ങളിന്ന് ആഫ്രിക്കയിലും യൂറോപ്പിലും ഏഷ്യയിലൊക്കെ പോവുകയാണ്. പൈസ ഇല്ല ഒരേ ആൾക്കാർ ചൈനക്കാരാണ്. ഇന്ത്യനേക്കാൾ ഒരു 50 വർഷം ഹെഡായിട്ട് ഓടുന്ന രാജ്യമാണ് ചൈന. നിങ്ങൾ ചൈനയിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാൻ പറ്റും 4 ട്രാക്ക് റോഡും 5 ട്രാക്ക് റോഡുമാണ്. ചൈനയിൽ 97% ജനങ്ങളും ഹാൻഡ് വംശർ എന്നാണ് പറയാം. ഒരു സിംഗിൾ കൾച്ചറാണ് അവർക്ക്, സിംഗിൾ കൾച്ചർ. ഇന്ത്യക്കയിലേക്ക് എത്താൻ കുറേ പണികളുണ്ട്. കാരണം ഇന്ത്യക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒന്നാമത് ഇന്ത്യയിലൊരു കാസ്റ്റ് ഹൈറാർക്കി ഉണ്ട്. ഇപ്പോൾ സോഷ്യൽ റിഫോം നടക്കണം ഇന്ത്യയിൽ, എക്കണോമിക് റിഫോം നടന്നിട്ടുണ്ടെങ്കിൽ കൂടി ചൈനയിൽ ഒരു സിംഗിൾ കാസ്റ്റേ ഉള്ളൂ. അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനക്കാരുടെ എഡ്യൂക്കേഷൻ 56-ാം സ്ഥാനത്തായിരുന്നു പിസയുടെ 2008. അത് ഇന്ന് ചൈനക്കാർ 12ക്ക് എത്തിച്ചു. സിംഗപ്പൂർ അത് 6ക്ക് എത്തിച്ചു. ഇന്ത്യ 2008 പിസയുടെ സർവേക്ക് പോകുന്നത്. 2008 ഇന്ത്യക്ക് 73 രാജ്യങ്ങളാണ് OECD രാജ്യങ്ങളിൽ, ഓർഗനൈസേഷൻ ഓഫ് എക്കണോമിക് കോഓപ്പറേഷൻ ഡെവലപ്മെൻറ്റ്. ആ രാജ്യങ്ങളിൽ 73 രാജ്യങ്ങളിൽ 72-ാം റാങ്ക് നമുക്കായിരുന്നു. 73-ാമത്തെ റാങ്ക് കിർഗിസ്ഥാനാണ്. നമ്മളെ CBSE അതേപോലെ തന്നെ കേരള സിലബസിൻ്റെ ഒക്കെ വാല്യൂ ലോകം കാണുന്നത് 0 ആയിട്ടാണ്. ആ എഡ്യൂക്കേഷൻ പഠിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് യാതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു നിഗമനത്തിലാണ് അവർ. കാരണം ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കുട്ടിക്ക് ഇൻഡിപെൻഡൻറ്റ് തോട്ടാണ്, ഒറിജിനൽ തോട്ട്. ഒരു കുട്ടി ജനിച്ചു വീഴുമ്പോൾ ഒറിജിനൽ തോട്ടിലാണ് അവന് ലാംഗ്വേജ് പഠിക്കുന്നത്, എല്ലാം പഠിക്കുന്നത്. ഇത് സ്കൂളുകൾ നശിപ്പിക്കും. ലോകത്ത് ഏറ്റവും കൂടുതൽ ഒറിജിനൽ തോട്ട്, ഇൻഡിപെൻഡൻറ്റ് തോട്ട് ഡെവലപ്പ് ചെയ്യുന്ന രാജ്യങ്ങൾ ഒന്ന് UK-യും US-ഉമാണ്. അതുകൊണ്ടാണ് എല്ലാ കണ്ടുപിടുത്തങ്ങളും അവിടെ വരുന്നത്. ആ സംഭവത്തിനാണ് ഒരു ക്രിട്ടിക്കൽ റീസണിങ് എന്ന് പറയുക. ക്രിട്ടിക്കൽ റീസണിങ് എന്ന് പറഞ്ഞാൽ അന്ന് നിങ്ങൾ ChatGPT-ക്കോ ഗ്രോക്കിനോ ജെമിനിക്കോ ഒരു ക്വയറി കൊടുക്കുമ്പോൾ ആ ക്വയറി ജെമിനിയും ChatGPT എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് ഡാറ്റേന്ന് അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് സൈഡ് എടുത്തിട്ട് നിങ്ങൾക്ക് ഒരു കൺക്ലൂഷൻ തരും. ഇത് യഥാർത്ഥത്തിൽ മനുഷ്യനാണ് ചെയ്യുന്നത്. ഇപ്പം ഞാനൊരു റെസ്റ്റോറൻറ്റിലേക്ക് രാവിലെ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്.
ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ എനിക്ക് കോണ്ടിനെൻ്റൽ ഫുഡുണ്ട്, മിഡിൽ ഈസ്റ്റേൺ ഫുഡുണ്ട്, സൗത്ത് ഇന്ത്യൻ ഫുഡുണ്ട്, നോർത്ത് ഇന്ത്യൻ ഫുഡുണ്ട്. ഇതൊക്കെ ആണെങ്കിൽ ഞാനൊരു ഫുഡി ആണെങ്കിൽ ടേസ്റ്റി ഫുഡ് അടിക്കുള്ളൂ. അതേസമയത്ത് ഒരു ഹെൽത്തി മനുഷ്യനാണെങ്കിൽ അവന് ഹെൽത്തി ഒരു ഡയറ്റ് എടുക്കുകയുള്ളൂ. അവൻ്റെ ഒരു കൺക്ലൂഷൻ അതാണ്. ഒരു മനുഷ്യൻ ബേസിക് സ്കില്ലാണ് ക്രിട്ടിക്കൽ റീസണിങ്. മനുഷ്യൻ ഒരു പൊളിറ്റീഷ്യൻ ഒരു വർത്തമാനം പറയുമ്പോൾ ഇപ്പം പറഞ്ഞ റൈറ്റാണോ, അതുപോലെ ഏതൊരാളൊരു അഭിപ്രായം പറയുമ്പോഴും അത് റൈറ്റാണോ എന്നുള്ളത് അത് റീസൺ ചെയ്യാൻ ഒരു മനുഷ്യൻ്റെ എബിലിറ്റി. അതിനാണ് ഒരു മനുഷ്യൻ്റെ ഡിബൈറ്റിംഗ് പവർ, റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻ, സ്കെപ്റ്റിസിസം എന്നൊക്കെ പറയാം. ലോകത്തിൽ വെസ്റ്റേൺ യൂണിവേഴ്സിറ്റികളൊക്കെ മാക്സിമം ട്രൈ ചെയ്യുന്നൊരു ക്വാളിറ്റിയാണ് ക്രിട്ടിക്കൽ റീസണിങ്. അതിനെ ബേസ് ചെയ്തിട്ടില്ല ചാറ്റ് GPT, ജെമിനിയും മെറ്റൊക്കെയാണ് ഇനി ലോകം റൂൾ ചെയ്യാൻ പോകണം. അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ചൈനയാണ് ഇനി ലീഡ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് ചൈന നോക്കിക്കാണുന്ന 3 പ്രൊവിൻസസ് ഉണ്ട്. ഞാൻ കാണിച്ചത് ഏതൊക്കെയാണല്ലേ. ഇത് ആഫ്രിക്ക. നിങ്ങൾക്ക് സദേൺ ആഫ്രിക്ക ഉണ്ട്. ഞാൻ ഈ സദേൺ ആഫ്രിക്കയിൽ സൗത്ത് ആഫ്രിക്ക പോയിട്ടുണ്ടായിരുന്നു, ബോട്സ്വാന പോയിട്ടുണ്ട്, സിംബാബ്വെ പോയിട്ടുണ്ട്, സാംബിയ പോയിട്ടുണ്ട്. ഇനി ബാക്കി രാജ്യങ്ങൾ എനിക്ക് മിസ്സിംഗ് ആണ്. അതേപോലെ തന്നെ സെൻട്രൽ ആഫ്രിക്ക, നോർത്ത് ആഫ്രിക്ക, ഈസ്റ്റ് ആഫ്രിക്ക, വെസ്റ്റ് ആഫ്രിക്ക. ആഫ്രിക്ക എന്ന് പറഞ്ഞാൽ 30 വർഷം മുമ്പിലെ കേരളമാണ്. ഒരു 10% ഭയങ്കര റിച്ച് ആയിരിക്കും, 90% ജനങ്ങളും പാവപ്പെട്ടവരാണ്. ഒരു 1970-കളിൽ 80-കളിൽ നിങ്ങളിപ്പോൾ ജനിച്ച് വീഴുകയാണെങ്കിൽ കേരളത്തിൽ നിങ്ങൾക്ക് നല്ല ബ്രാൻഡ്സുകൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റും, ചെറിയ രീതിയിൽ ചീപ്പ് ലാൻഡ് വാങ്ങിക്കാൻ പറ്റും. ഇതാണ് ഇന്നത്തെ ആഫ്രിക്ക. നിങ്ങൾ ആരെങ്കിലും കരിയർ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ രണ്ടും കൽപ്പിച്ച് വിട്ടോളി ആഫ്രിക്കയിലേക്ക്. ആഫ്രിക്കൻ ജനങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം ഇന്ന് ഇത്ര മോശമാവാണ്ടാവുന്ന ഒരു കാരണം വെള്ളക്കാരൻ്റെ ഉള്ളിലെ അവൻ്റെ റാസിസം ആറ്റിറ്റ്യൂഡാണ്. ഇപ്പം ഞാൻ ഇന്ന് വായിച്ചാണ് ഗാർഡിയനിൽ 21 മാസം പലസ്തീൻ ഇസ്രയേലിൻ്റെ ആ പ്രശ്നം നടക്കുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ മരിച്ചു വീഴൽ തുടങ്ങി. മാർച്ച് ഏപ്രിൽ ഇസ്രയേൽ 0 കാലറിയാണ് ഗാസയിലേക്ക് കടത്തിയെന്നില്ലേ. അപ്പോൾ ഗാസക്കാരുടെ കാലറി ഇട്ടാണ് 52 മെട്രിക് ടണ്ണാണ്. 52 മെട്രിക് ടൺ 0 ആയി. അതിൻ്റെ ഒരു അർത്ഥം ഒരു 1-2 മാസമുള്ള ജനങ്ങളൊക്കെ മരിച്ചു വീഴുന്നില്ലാണ്. അപ്പോൾ ഒരു സ്റ്റേറ്റ് എടുക്കുന്ന പോളിസി നോക്കി, അവരെ ഒരു വംശനാശം മുടിപ്പിക്കാൻ അവർ ചെയ്യുന്ന പോളിസി നോക്കി, എത്ര സ്മാർട്ടാണ്. ഒരു പക്ഷേ ഇസ്രായേലിനെ ലോകം കംപ്ലീറ്റ്ലി കുറേ കാലം അത് ചോദ്യം ചെയ്തേക്കാം. അപ്പോൾ ഗാർഡിയൻ എന്ന് പറഞ്ഞാൽ ബ്രിട്ടനിലെ പ്രധാനപ്പെട്ട പേപ്പറാണ് കേട്ടോ. അവർ പറയുന്നത് അത് ആ നാട്ടിലേക്ക് കയറാൻ പറ്റില്ല, ഫുഡ് ട്രക്ക് ഇട്ട് ആ നാട്ടിലേക്ക് എന്ത് കയറാൻ പറ്റില്ല, മറ്റേ അവിടെ കയറി കഴിഞ്ഞാൽ അവരിങ്ങോട്ട് തിരിച്ചടിക്കുന്നില്ല, പേടികൊണ്ടാണ് ഫുഡ് അയക്കാത്തത്, അതുകൊണ്ടാണ് എയർ ഡ്രോപ്പ് ചെയ്യണത്. ഇതൊക്കെ മീഡിയയിലൂടെ അവർ കാണിക്കുകയാണ്. പക്ഷേ ലിറ്ററലി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രയേൽ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ അവിടുത്തെ പ്രധാനമന്ത്രി സക്സസ്ഫുള്ളി ആ രാജ്യത്തിന് ബ്ലോക്കേഡ് ഏർപ്പെടുത്തി ആ രാജ്യത്തിലേക്ക് ഒന്നും കടത്താത്തതാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ആഫ്രിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോണ്ടിനെൻറ്റ് വലിയൊരു ഹ്യൂജ് സ്കോപ്പിലെ സ്ഥലങ്ങളാണ്. നിങ്ങൾ എത്ര പേര് അങ്ങോട്ടേക്ക് പോകുന്ന ഒരു കരിയർ ഉണ്ടാക്കുന്നത്. അവിടെ ഇനി യൂബറിന് ആവശ്യമുണ്ട്, അവിടെ ഇനി ഫ്ലിപ്കാർട്ടിന് ആവശ്യമുണ്ട്, അവിടെ നിങ്ങൾക്ക് എല്ലാ സൊമാറ്റോന് ആവശ്യമുണ്ട്, സ്വിഗ്ഗിന് ആവശ്യമുണ്ട്, പെർഫോമൻസ് മാർക്കറ്റിംഗ് ആവശ്യമുണ്ട്, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ആവശ്യമുണ്ട്, ബെസ്റ്റ് സ്കൂൾസിന് ആവശ്യമുണ്ട്, ബെസ്റ്റ് കോളേജസിന് ആവശ്യമുണ്ട്, റോഡ്സിന് ആവശ്യമുണ്ട്, ബ്രാൻഡുകൾ ആവശ്യമുണ്ട്. ഹ്യൂജ് സ്കോപ്പായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഞാൻ ABC മദനിനെ ഒരു വർഷം മുമ്പ് കണ്ട സമയത്ത് അദ്ദേഹം ആഫ്രിക്ക മാത്രം ബേസ് ചെയ്യുന്ന ബിസിനസ്സുകാരനാണ്. 5 വർഷം ദുബൈയിൽ ഉണ്ടാക്കുന്ന 1 വർഷം കൊണ്ട് ആഫ്രിക്കയിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അദ്ദേഹം പറഞ്ഞ് 10% പൈസക്കാരെ മാത്രം ഫോക്കസ് ചെയ്താൽ മതി, ആ കാശ് എടുത്തിട്ട് പാവപ്പെട്ടവർ എന്താക്കിയാൽ മതി, കുറച്ച് സഹായിച്ചാൽ മതി എന്ന് പറഞ്ഞു ആണ് അദ്ദേഹം പറഞ്ഞൊരു സ്റ്റാറ്റിസ്റ്റിക്സ്. രണ്ടാമത്തെ സ്റ്റേറ്റ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ഥലമാണ് പഴയ സിൽക്ക് റൂട്ട്. സിൽക്ക് റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഇല്ല കാർഷിക വൃത്തി പോയിരുന്ന റൂട്ടാണിത് സിൽക്ക് റൂട്ട്. അതായത് പഴയ അൺഡിവൈഡഡ് ഇന്ത്യ പാകിസ്ഥാനിലൂടെ അഫ്ഗാനിസ്ഥാനിലേക്ക് കടന്ന് അതിലൂടെ തുർക്ക്മെനിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യം, ഞാൻ ആ രാജ്യത്ത് പോയിട്ടുണ്ട്, അതിലൂടെ ഉസ്ബെക്കിസ്ഥാനിലേക്ക് കടന്ന് ഇമാം ബുഹാറിൻ്റെ നാടായ താഷ്കൻഡ്, സമർക്കണ്ട് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ അവിടെ കടന്ന് താജിക്കിസ്ഥാനിലൂടെ നോർത്ത് കാക്കസിലൂടെ ഹംഗറിയിലേക്ക് കിടക്കുക, എന്നിട്ട് യൂറോപ്പിലേക്ക് പോവുക. ഈ സിൽക്ക് റൂട്ട് വീണ്ടും അതിജീവിക്കുകയാണ്. സിൽക്ക് റൂട്ട് 1200 വർഷങ്ങളോളം ലോകത്തിലെ വലിയൊരു സാധനമായിരുന്നു. ഇന്ത്യനെയും ചൈനനെയും ലോകത്തിലെ വമ്പൻ ശക്തികളാക്കിയതായിരുന്നു സിൽക്ക് റൂട്ട്. ചൈന ഇപ്പോൾ അതിൽ കോടിക്കണക്കിന് ഡോളർ സ്പെൻഡ് ചെയ്യുന്നുണ്ട് സിൽക്ക് റൂട്ടിനെ പുനരുജ്ജീവിപ്പിക്കാൻ. നിങ്ങൾ ചെയ്യേണ്ട നിങ്ങളുടെ വെക്കേഷന് അസർബൈജാൻ, ഉസ്ബെക്കിസ്ഥാൻ, ജോർജിയ, അർമീനിയ, കസാക്കിസ്ഥാൻ ഈ രാജ്യങ്ങളിലേക്ക് ട്രിപ്പ് പോലാണ്. ആ രാജ്യത്ത് നിങ്ങൾ മനസ്സിലാക്കണം, ആ രാജ്യത്ത് ഹെവി സ്കോപ്പാണ് വരാൻ പോകുന്നത്. മൂന്നാമത്തെ റൂട്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മെനയാണ്. ഒന്ന് എടുക്കുമോ? മെന, മിഡിൽ ഈസ്റ്റ് ആൻഡ് നോർത്ത് ആഫ്രിക്ക. ഇന്ന് ലോകത്തിൻ്റെ ഗ്രോത്ത് എഞ്ചിൻ ഇപ്പോൾ വീണ്ടും വരായി.
കാരണം ചൈന ഏറ്റവും കൂടുതൽ ബെറ്റ് ചെയ്യുന്ന 3 രാജ്യങ്ങളാണ് ഖത്തർ, സൗദി, അതേപോലെ തന്നെ UAE. യൂറോപ്പിനെ മറന്നു ചൈന, റഷ്യൻ മറന്നു ചൈനനെ, അല്ല റഷ്യൻ മറന്നു യൂറോപ്പിനെ. ഇന്ന് റഷ്യൻ ചൈനയും ബെറ്റ് ചെയ്യുന്ന 3 രാജ്യങ്ങളാണ് പ്രധാനപ്പെട്ട ഈ ആഫ്രിക്കൻ സിൽക്ക് റൂട്ടും മിഡിൽ ഈസ്റ്റ് നോർത്ത് ആഫ്രിക്കയും. അതിലിപ്പോൾ ലാസ്റ്റ് അമേരിക്കൻ്റെ ട്രംപും പോയത് ഈ 3 രാജ്യങ്ങളിലേക്കാണ്. കോടിക്കണക്കിന് ഡോളറിന് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് UAE-യിലേക്കും സൗദിയിലേക്കും ഖത്തറിലേക്കും പോയത്. അപ്പോൾ നിങ്ങൾ ആ ചാൻസ് മിസ്സാക്കരുത്. ഞാൻ അത്ഭുതപ്പെട്ടു. എനിക്ക് എൻ്റെ ഫസ്റ്റ് ബാച്ചിൽ ഒരു അഖിൽ ജോസഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലമ്പൂക്കാരനുണ്ടായിരുന്നു. അവന് രാമേന്ദ്രേട്ടനോട് ചോദ്യം ചോദിച്ചിരുന്നു, ഞാൻ ഒരു 10 വർഷത്തിന് ബെറ്റ് ചെയ്യേണ്ട രാജ്യമാണ്. അദ്ദേഹം പറഞ്ഞത് ഒരു സംശയം വേണ്ട, അത് സൗദി ആയിരിക്കണം എന്നാണ്. അപ്പോൾ എന്തെന്ന് വെച്ചു, അവിടുത്തെ പ്രിൻസ് ഭയങ്കര യങ്ങാണ്, അയാൾ കോടിക്കണക്കിന് ഡോളർ ആ രാജ്യത്തിൻ്റെ എക്കണോമിയിൽ സ്പെൻഡ് ചെയ്യാൻ പോവുക. അതിൽ നിങ്ങളെ ബിസിനസ് ഒന്ന് സിങ്കായി മതി, പിന്നെ നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ടതല്ല. ഞാൻ എന്തുകൊണ്ട് നിങ്ങളോട് പറയുന്നത് പറഞ്ഞാൽ നിങ്ങളെ ഐഡൻറ്റിറ്റി വലുതാവണം. നിങ്ങളൊരു ചെറിയ മൈൻഡിൽ നിൽക്കരുത്. നിങ്ങളെ പടച്ചോൻ ഉയർത്തും. കാരണം നിങ്ങൾ സൗത്ത് ഇന്ത്യൻസാണ്. ഇവിടെയാണ് അറബ്സും അതേപോലെ തന്നെ ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരും ഡച്ചരൊക്കെ വന്നത്. ഈ സൗത്ത് ഇന്ത്യൻ ദ്രാവിഡിയൻ കൾച്ചർ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യുന്നൊരു കൾച്ചറാണ്. ലോകത്ത് ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് 4 കാലിൽ നിൽക്കാൻ പറ്റും, നമുക്ക് ആൾക്കാരുടെ അടുത്ത് ഫ്ലെക്സിബിളായിട്ട് നിൽക്കാൻ പറ്റും. ഇതൊന്നും മിക്കവാറും നോർത്ത് ഇന്ത്യൻസിനും കൂടി ഇല്ലാത്ത സാധനം. ഭയങ്കര വയലൻ്റാണ് അവർ. അപ്പോൾ ഇനി നമുക്ക് വേറൊരു സാധനം കാണാൻ കഴിയും. അടുത്ത് നിൽക്കും. ഇനി നിങ്ങളെ ജീവിതത്തിൽ നിങ്ങളെ ഇടങ്ങറാക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇടങ്ങറാക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ എല്ലാവരും ഒരേപോലെ ആവണമെന്നില്ല കേട്ടോ. ചില ആൾക്കാർ ഇങ്ങനെ ഗ്ലോബൽ ഐഡൻറ്റിറ്റി സക്സസ്ഫുൾ ആക്കുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ നേരിട്ട് ജീവിതം ഇടങ്ങറലായിരിക്കും. ആ ജീവിതത്തിൽ 4 Ds കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒന്നാമത്തെ സാധനം ഡാർക്ക്നെസ് ആണ്. ഡാർക്ക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ജീവിതത്തിനെ കുറിച്ച് തൻ്റെ സ്കോപ്പില്ല, എനിക്ക് കഴിവില്ല, എനിക്ക് ഭംഗിയില്ല, എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയില്ല, എനിക്കൊരു കമ്പനിനുള്ളിൽ പോയി കഴിഞ്ഞാൽ ഞാൻ കുടുങ്ങും, ഞാൻ ഈ യൂട്യൂബിനും ഗൂഗിളിനും ഇൻസ്റ്റാഗ്രാമിനും അഡിക്റ്റാണ്, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഞാൻ മയക്കുമരുന്നിന് അഡിക്റ്റാണ്, അല്ലെങ്കിൽ ഞാൻ മൂവിക്ക് അഡിക്റ്റാണ്, ഞാനൊരു പ്രണയത്തിന് അഡിക്റ്റാണ്, ഇതിനൊന്നും എനിക്ക് ഊരാൻ പറ്റില്ല എന്നല്ലേ. ഇങ്ങനെ കുറേ ആൾക്കാർ സൊസൈറ്റിയിലുണ്ട്. ഈ ടീമുകളാണ് ഡാർക്ക്നെസ് എന്ന് പറയാം. ഈ ഡാർക്ക്നെസ്സിൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞാൽ, ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ആൾക്കാരെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആ മനുഷ്യൻ ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ഡാർക്ക്നെസ്സിന് അറിഞ്ഞവനാണ്. നിങ്ങളുടെ ജീവിതത്തിലെ വീക്ക്നെസ്സുകൾ നിങ്ങൾ എഴുതി വെക്കണം എന്തൊക്കെയാണെന്നില്ല. ആ വീക്ക്നെസ്സുകൾ ഒരു 10 ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡാർക്ക്നെസ്സാണ്. ഏതൊരു ഡാർക്ക്നെസ്സും നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് പുറത്തുനിന്നുള്ളൊരു വെളിച്ചം കിട്ടണം, പുറത്തുനിന്നുള്ളൊരു മോട്ടിവേറ്റർ കിട്ടണം. പക്ഷെ മരിച്ചാലും നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സാധനത്തിന് കിട്ടൂല. നിങ്ങളുടെ ഡാർക്ക്നെസ്സിൻ്റെ മാറ്റങ്ങൾ നിങ്ങളെ ഉള്ളിലേക്ക് നോക്കണം. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റണം, ഒരു പ്രകാശത്തിൻ്റെ തിരി കൊളുത്താൻ പറ്റണം. നിങ്ങൾ എത്ര പേര് അങ്ങനത്തെ ആൾക്കാരുണ്ട് എന്നില്ല എനിക്കറിയില്ല. അങ്ങനത്തെ ഒരു പ്രകാശത്തിൻ്റെ തിരി നിങ്ങൾ കൊളുത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഏതൊരു ഇരുട്ടും രാവിലെ വന്നിട്ട് സൂര്യോദയമായ ഇരുട്ടിനെ മാറ്റും. പക്ഷെ അതിന് കുറച്ച് സബർ ആവശ്യമാണ്. ഒരു 8-12 മണിക്കൂർ ഇരുട്ടിനെ അതിജീവിക്കൽ ആവശ്യമാണ്. ഏതൊരു ഇരുട്ടിനെയും ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ തിരി കൊളുത്തി കഴിഞ്ഞാൽ അതിലൊരു വെളിച്ചം വരും. ഇതേപോലെ തന്നെ നിങ്ങളെ വീക്ക്നെസ് നിങ്ങൾ മാപ്പ് ചെയ്യാൻ പറ്റണം. ആ വീക്ക്നെസ് ഓരോന്നായിട്ട് നിങ്ങൾ മാപ്പ് ചെയ്യണം. ഈ വീക്ക്നെസ് കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന സാധനമാണ് ഡിപ്രഷൻ. ഡിപ്രഷനിൽ മനുഷ്യർ ലൈഫ് എടുത്ത് കളയും. ഇത് ജെൻസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഡാർക്ക്നെസ് വീക്ക്നെസ് കൂടുന്നിടത്തോടുകൂടി ഡിപ്രഷൻ കൂടി ലൈഫ് എടുത്ത് കളയുന്ന ജെൻസി കണ്ടമാനുണ്ട് നിങ്ങളെ ജനറേഷൻ. അപ്പോൾ ഇതിന് മോചനം കിട്ടണമെങ്കിൽ ഒരേ ഒരു വഴി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളെ ഡാർക്ക്നെസ് നിങ്ങൾ എൻജോയ് ചെയ്യണം. എനിക്ക് പബ്ലിക് സ്പീക്കിംഗ് ഇല്ല, ഞാൻ അതിനെ മാറ്റും, അതിൻ്റെ ഒരു വീക്ക്നെസ്സാണ്. പടച്ച റബ്ബ് എനിക്ക് ഇന്നല്ലെങ്കിൽ നാളെ എന്നെ മാറ്റാൻ തന്ന വലിയൊരു ചൂണ്ടുപലകയാണത്. എനിക്ക് ഇംഗ്ലീഷ് സ്പീക്ക് ചെയ്യാൻ കഴിവില്ല, ഞാനിതിനെ മാറ്റി തിരുത്തും. മൂന്നാമത്തത്, എനിക്കൊരു സാധനം ഫോക്കസ് ചെയ്ത് ചെയ്യാൻ പറ്റില്ല, ഞാനിതിനെ മാറ്റി തിരുത്തും. ഓരോ ഡാർക്ക്നെസ്സിലും പണിയെടുക്കുക. ആ പണിയെടുത്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വലിയൊരു വെളിച്ചം കാണാൻ പറ്റും. അത് ചെയ്യണം നിങ്ങൾക്ക് ബാക്കി 2 D വേണം. ഒന്ന് ഡിസിപ്ലിനാണ്. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഡെയിലി ഒരു 1% ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾ നടത്തുക. ഡെയിലി 1% ഇമ്പ്രൂവ്മെൻറ്റ്. മോനെ ആ 1% ഇമ്പ്രൂവ്മെൻ്റ് ആ ചാർട്ട് ഡെയിലി 1% ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾ നടത്തുക. അത് നിങ്ങൾ ചെയ്യേണ്ട 4ാമത്തെ സാധനമാണ് ഡെഡിക്കേഷൻ. നിങ്ങൾ അതിൽ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ എന്താക്കണം, നിങ്ങൾ എഫേർട്ട് കൊടുക്കണം. എഫേർട്ട് കൊടുത്താൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള മാറ്റം ഉണ്ടാവും.
6 മണിക്ക് എണീക്കുക എന്ന് പറഞ്ഞാൽ 6 മണിക്ക് എണീക്കണം. 5 വക്ത് പടച്ചോൻ പറഞ്ഞൊരു സാധനം നേരത്തെ എണീക്കുന്ന ഒരു മനുഷ്യൻ, നേരത്തെ ഉറങ്ങുന്ന ഒരു മനുഷ്യന് ലൈഫ് സ്ട്രക്ചറിൽ കിട്ടും. രാവിലെ 9 മണിക്ക് കമ്പനി പോയിട്ട് 5 മണി വരെ വർക്ക് ചെയ്യുമ്പോൾ ഡെയിലി ടാസ്ക് എഴുതിയിട്ട് അത് ഓരോന്ന് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് ചെയ്യുന്ന ഒരു തൊഴിലാളിനെ ഏതൊരു മാനേജറും ഏതൊരു ഓണറും ഇഷ്ടപ്പെടും. ചെയ്യണ കാര്യത്തിൽ എക്സ്ട്രീം ഡെഡിക്കേഷൻ, ആത്മാർത്ഥത, അതിന് ഡിസിപ്ലിൻഡായി ചെയ്യുക. ജനുവരിയിൽ ചെയ്യും, ഫെബ്രുവരിയിൽ പറ്റ ഡിപ്രഷൻ അടിച്ചടക്കും, അങ്ങനെയല്ല. 12 മാസം ഒരേ രീതി ചെയ്യും. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. അങ്ങനത്തെ ആൾക്കാർക്ക് ഭയങ്കര വാല്യൂ ആണ്. അങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾ കളിക്കേണ്ട സാധനം പേഴ്സണാലിറ്റിയാണ്. പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ മുഖത്ത് കുറേ ലിപ്സ്റ്റിക് ഇടലും മുഖത്ത് കുറേ പുട്ടിയടിക്കുന്ന പരിപാടിയല്ല പേഴ്സണാലിറ്റി. നമ്മളിതിങ്ങനെ ഇട്ടാണ് നമ്മളെ ഭംഗി വെപ്പിക്കലല്ല പേഴ്സണാലിറ്റി. പിന്നെ എന്താണ് പേഴ്സണാലിറ്റി? ബേസിക്കലി എന്താണ് പേഴ്സണാലിറ്റി? പേഴ്സണാലിറ്റി ഈസ് നത്തിങ് ബട്ട് നിങ്ങളെ ലൈഫിനെ മാറ്റുന്ന പ്രോസസ്സാണ്. ഞാനൊരു ചെറിയ കാര്യം പറയാം. നിങ്ങൾ എത്ര പേര് നിങ്ങളെ പേഴ്സണാലിറ്റി വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഷോർട്ട് കട്ടാണ് ഇനി പറയുന്നത്. അടുത്തത് നിർക്കും ലീഡർഷിപ്പ്. ആ ലീഡർഷിപ്പിന്റെ കോഴ്സുകൾ നടക്കും. ഇത് കണ്ടില്ല, നിങ്ങളെ ജീവിതത്തിൽ ഡാർക്ക്നെസ്സിനെ മാറ്റണം, നിങ്ങളെ ജീവിതത്തിൻ്റെ ഡിപ്രഷനെ മാറ്റണം. നിങ്ങളെ ജീവിതം മാറ്റണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട സാധനം, ദ ഹാപ്പിനെസ് ഓഫ് യുവർ ലൈഫ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ക്വാളിറ്റി ഓഫ് യുവർ തോട്ട്സ്. നിങ്ങൾ ഫസ്റ്റ് 5 ഫ്രണ്ട്സിനെ മാറ്റണം. നിങ്ങൾ ഗ്രാഫിക് ഡിസൈനേഴ്സ് ആണെങ്കിൽ ലോകത്തിലെ ബെസ്റ്റ് ഗ്രാഫിക് ഡിസൈനറെ ഇന്ന് പോയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യണം. ഈ നാട്ടിലെ കമ്പനികൾ വർക്ക് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് ഗ്രാഫിക് ഡിസൈനറായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ഉണ്ടാവണം. അങ്ങനത്തെ കുറച്ച് ആളുകളുമായിട്ടായിരിക്കണം നിങ്ങളെ സമ്പർക്കം. ഞാനെപ്പോഴും ഭയങ്കര ചൂസ് ചെയ്യാം. ഞാൻ കുറേ ബിസിനസ് MBAസിനെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഫ്രണ്ട്ഷിപ്പ് കൊടുക്കുന്ന ആൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിസ്റ്റം പതുക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരുത്തരം മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ. എല്ലാത്തിനും ഒരിക്കലും ഞാൻ ടൈം കൊടുക്കാറില്ല. കാരണം മറ്റൊൻ്റെ ടൈം കറന്നു തന്നു. സ്റ്റുഡൻസിന് ഞാൻ ആകെ ടൈം കൊടുക്കുന്ന ഒരുത്തരാണ് വലീജുമനും. ഇന്നലെയും കൂടി ഞാനായിട്ട് സംസാരിക്കുമ്പോൾ വലീജിനോട് ഷോപ്പിഫൈൻ്റെ ഒരു ഡാറ്റ പറയാണ്. AI വന്നിട്ട് ഷോപ്പിഫൈയിൽ എല്ലാവരും AI കൊടുത്തു. ആ AI കൊടുത്തപ്പോൾ ആ കമ്പനിക്കുണ്ടായ പ്രൊഡക്ടിവിറ്റിയാണ് അവൻ പറഞ്ഞിരുന്നത് എന്നോട് ഇന്നലെ കംപ്ലീറ്റ്. കാരണം അവനായിട്ട് ഒരു 1/2 മണിക്കൂർ സംസാരിച്ച് നമ്മളെ നോളജും വർദ്ധിക്കും. ഇനി വേറൊരു കാര്യം നോക്കി നിങ്ങൾ, ഇത് ഒന്ന് അതിന് തൊട്ടപ്പുറത്ത് കിലെടുക്കുക. ഇത് പിന്നെ ആ സ്റ്റോയിക് തോട്ടിൽ നിന്നാണ് ഇത് വന്നിട്ടില്ല. മാർക്കസ് ആർക്കീലിയസ് എന്ന് പറഞ്ഞിട്ടുള്ള റോമൻ ഫിലോസഫർ ഉണ്ട്. റോമൻ എംപയറിൻ്റെ സമയത്ത് ജീവിച്ച ആളാണ് അദ്ദേഹം. ഈ സെൻ ബുദ്ധിസത്തിൻ്റെ പോലെ തന്നെ ഒരു സ്റ്റോയിക് ഫിലോസഫി ഉണ്ട് യൂറോപ്പിൽ. അദ്ദേഹം പറഞ്ഞാണ് ഒരു പേഴ്സണാലിറ്റി വർക്ക് ചെയ്യേണ്ട ആൾക്കാർ ഫസ്റ്റ് വർക്ക് ചെയ്യേണ്ട സാധനമാണ്. സോ ആക്ട് വെർച്വസ്. നിങ്ങൾ നന്മകളെ പാകണം. യൂസ് യുവർ ടൈം വെൽ. നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾ ടാസ്ക് പ്ലാന് പ്രോസസ്സുകൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ ടൈം നന്നായിട്ട് യൂസ് ചെയ്യണം. ആൻഡ് ബി ചിയർഫുൾ. എപ്പോഴും പ്രസന്നത തന്നെ ആവണം. ദെൻ വെൻ യു ഡ്രോപ്പ് ഫ്രം ലൈഫ് ട്രീ, നിങ്ങൾ ജീവിതമാകുന്ന ട്രീന്ന് നിങ്ങൾ അടർന്ന് വീഴുമ്പോൾ നിങ്ങൾ ആൾക്കാർക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല ഒരു ഫലമായിട്ട് ഒരു പഴമായിട്ടാണ് വീഴാൻ പാടുള്ളൂ. നിങ്ങൾ മരിപ്പിൻ്റെ സമയത്ത് നാട്ടുകാരൊക്കെ പറയണോ ഇത്ര നല്ല മനുഷ്യനായിരുന്നു, ഒരു ടോപ്പ് ഗ്രാഫിക് ഡിസൈനർ, ഒരു ടോപ്പ് എന്താ പറയുക, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു ഡിജിറ്റൽ മാർക്കറ്റ്, എത്ര ആളുകൾക്ക് ഇവന് ഉപകാരപ്പെട്ടു, എത്ര കമ്പനികൾ ഇവന് ഉപകാരപ്പെട്ടു, എല്ലാ ആളുകളും നിങ്ങളെ പോസിറ്റീവായിട്ട് കുറിച്ച് പറയുന്നില്ലാണ്. അങ്ങനത്തെ ഒരാളായിട്ട് മാറണം എന്നില്ലാണ്. ഇതാണ് മാർക്കസ് ഒറീലിയസ്. ഇനി അദ്ദേഹത്തിൻ്റെ വാക്കാണത്. ഇനി ഞാൻ അതിലേക്ക് ഒരു കാര്യം കൂടി എടുക്കുകയാണ്. നോട്ട് ദാറ്റ് നിങ്ങളെ ജീവിതത്തിൻ്റെ പേഴ്സണാലിറ്റിനെ മാറ്റണം. നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾ ആദ്യമായിട്ട് എടുക്കേണ്ട സാധനമാണ് സെൽഫ് ലീഡർഷിപ്പ്. എന്താണ്? ഇഫ് യു വാണ്ട് ടു ലീഡ് അറ്റ്ലീസ്റ്റ് 40% ഓഫ് യുവർ ടൈം ഇൻ ലീഡിങ് യുവർ സെൽഫ്. നിങ്ങൾ അഥവാ ലീഡർഷിപ്പ് പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് കിട്ടുന്ന ടീംമേറ്റ്സ് ഒന്നും നമ്മൾ വിചാരിച്ച സാധനങ്ങളാവില്ല. നമ്മളതിനെ വരെ പണി മാക്സിമം എടുക്കേണ്ടി വരും. ഇതിനാണ് സെൽഫ് ലീഡർഷിപ്പ് എന്ന് പറയാം. സെൽഫ് ലീഡർഷിപ്പിന് വേണ്ട വലിയൊരു സാധനമാണ് ഇനി അടുത്ത് കാണിക്കുന്നത്. ഒരു 4 പോയിന്റ് ഞാൻ പറയാം അടുത്തെടുക്കുമ്പോൾ. ഈ 4 കാര്യങ്ങൾ. നിങ്ങൾ ആദ്യം സെൽഫ് അവെയർ ആവണം. നിങ്ങളെ സ്ട്രെങ്ത് എന്താണ്, നിങ്ങളെ വീക്ക്നെസ് എന്താണ്, നിങ്ങളെ ഡാർക്ക്നെസ് എന്താണ്, നിങ്ങൾ കംപ്ലീറ്റ്ലി മാപ്പ് ചെയ്യണം. രണ്ടാമത്തെ നിങ്ങളെ സെൽഫ് റിഫ്ലക്ഷനാണ്. നിങ്ങളൊരു മാസം കഴിഞ്ഞാൽ നോക്കണം നിങ്ങളെ വീക്ക്നെസ്സുകളിൽ നിങ്ങൾ എന്തെല്ലാം പണിയെടുത്ത് ഡെഡിക്കേഷനും ഡിസിപ്ലിനും ആയിട്ടും ഞാൻ ഇത്ര അധികം അതിനെ മാറ്റാൻ ശ്രമിക്കേണ്ടതില്ലേ. മൂന്നാമത്തെ നിങ്ങൾ സെൽഫ് റെഗുലേറ്റ് ചെയ്ത് തുടങ്ങണം. ഒരു ബിഹേവിയർ നിങ്ങളിലേക്കാവാൻ 21 ദിവസങ്ങൾ പണിയെടുത്താൽ മതി. നിങ്ങൾ ഡ്രൈവിങ്ങിന് പോകുമ്പോൾ ആദ്യം ക്ലച്ചും ആക്സിലേറ്ററും ബ്രേക്കും ഭയങ്കര പണിയാണ്. പക്ഷെ ബ്രെയിൻ എന്താ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബിഹേവിയറിനെ ഓട്ടോമാറ്റിക്കായിട്ട്
എന്താക്കുക, ബിഹേവിയർ നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ടൊരു ബിഹേവിയർ ആക്കിയിട്ട് അത് മാറ്റും. പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ പാട്ട് കേൾക്കും, നിങ്ങൾ ഫോൺ എടുക്കും, നിങ്ങൾ ഓട്ടോമാറ്റിക് ആയിരിക്കും. നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ എങ്ങനെ ചെയ്യണമെന്നില്ല. അതിനാണ് ബ്രെയിനിനെ പറ്റിക്കുക എന്ന് പറയാം. ഒരു സാധനം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് ആ പ്രോസസ്സുകൾ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര മാറ്റങ്ങൾ ജീവിതത്തിൽ വരും. അതിന് വേണ്ടത് പക്കായിട്ട് അതിന് ഫോക്കസ് ചെയ്യില്ല. അതിന് വേണ്ട സാധനമാണ് സെൽഫ് റെഗുലേഷൻ. സെൽഫ് റിഫ്ലക്ഷൻ ചെയ്യണം. എല്ലാ ദിവസവും എന്താക്കണം, നിങ്ങൾ എഴുതണം നിങ്ങളെ ജീവിതത്തിനെ കുറിച്ച്. എൻ്റെ വീക്ക്നെസ്സുകൾ ഞാൻ ഇന്ന് എന്തെല്ലാം മാറ്റി, എന്തെല്ലാം പോസിറ്റീവായിട്ട് 3 കാര്യങ്ങൾ ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യും. ഞാൻ എൻ്റെ മോന് ബെഡ് പോകുമ്പോൾ എന്നും ഞാൻ അവനോട് ചോദിക്കും, ഇന്ന് ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട 3 കാര്യങ്ങൾ ഏതാണെന്നില്ലേ. അവനൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കാറ്. ചിലതൊക്കെ അവൻ പറഞ്ഞു തരും, ചിലത് പറഞ്ഞു തരില്ല. അത് നിങ്ങൾ ഡയറിയാക്കി എഴുതണം. ഒരു 12 മാസം അത് എഴുതി ശീലിക്കണം. നിങ്ങളെ ജീവിതത്തിനെ സെൽഫ് റെഗുലേറ്റ് ചെയ്യണം. ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താക്കും, ഒരു ലീഡർഷിപ്പ് ഉണ്ടാവും. നിങ്ങളെ വീക്ക്നെസ്സുകൾ ഒരു 3-4 വർഷം ആകുമ്പോഴേക്ക് കംപ്ലീറ്റ്ലി പോയിട്ടുണ്ടാവും. നിങ്ങൾ ഭയങ്കര ഡിസിപ്ലിൻ ആൻഡ് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയി ആയിട്ട് മാറിയിട്ടുണ്ടാവും. നിങ്ങളുടെ ഓർഗനൈസേഷൻ ഓണർ പറയും ഈ പഹനെ വിടണ്ടെന്ന് തോന്നും. അവർ പറയും ഇവനെ ബോർഡിലെടുക്കണം, ഈ കമ്പനിനെ പാർട്ടാക്കണം. ചിലപ്പോൾ ഇവരുടെ ഒരു ബ്രാഞ്ച് ഓഫീസ് വേറെ സ്ഥലത്ത് കൊടുക്കുമ്പോൾ പറയും ഇവനെ ഹെഡാക്കി മാറ്റണം, അപ്പം അത്രയും മിടുക്കനാണെന്നില്ലേ. അവൻ ഭയങ്കര ഡിസിപ്ലിനാണ്, ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്, ഭയങ്കര ആത്മാർത്ഥത ഉണ്ട് അവന്. അതേപോലെ തന്നെ അവൻ ഡെയിലി സെൽഫ് റിഫ്ലക്ഷൻ ചെയ്യും. അവന് വേറൊരാളെ നോക്കൂല, മറ്റൊരുത്ത് എന്ത് സംഭവിച്ചു, ഇവിടെ എന്ത് സംഭവിച്ച്. അവൻ്റെ സെൽഫ് റിഫ്ലക്ഷൻ നോക്കും. എനിക്കിന്ന് എന്തെല്ലാം ഗുണങ്ങളാണ് ഉണ്ടാക്കാൻ പറ്റുക, എൻ്റെ വീക്ക്നെസ്സുകൾ ഇന്ന് എന്തെല്ലാം മാറ്റാൻ പറ്റി. അവനെ സെൽഫ് റെഗുലേറ്റ് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ വ്യക്തിത്വത്തിന്മേൽ, നിങ്ങളുടെ ലീഡർഷിപ്പിന്മേൽ നിങ്ങൾ എന്താക്കുന്നത്, പണിയെടുക്കുന്നത്, അത് മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റുക. എന്ന് നിങ്ങൾ മറ്റോൻ്റെ മേലെ പണിയെടുക്കുന്നത് നിങ്ങൾക്ക് ഭയങ്കര ഇടങ്ങേറാ തരുള്ളൂ. എന്നാൽ മറ്റോ നിങ്ങൾ അനുസരിക്കണം എന്നില്ല. ഇനി ഫൈനലി നിങ്ങളൊരു ഓർഗനൈസേഷനുള്ളിൽ ചെല്ലുമ്പോൾ നിങ്ങൾ കുറച്ച് ശ്രദ്ധിക്കണം. ആ ഒരു സാധനമാണ് ഞാൻ ഈ ലാസ്റ്റ് വാക്ക്. പീറ്റർ ഓഫ് ഡ്രക്കർ പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ പോവുകയാണെങ്കിൽ അവിടെ പ്രോപ്പർ ലീഡർഷിപ്പ് ഇല്ലെങ്കിൽ 3 കാര്യങ്ങളാണ് നിങ്ങൾക്ക് കിട്ടുക. ഒന്ന്, വെറും ഫ്രിക്ഷൻ, തമ്മിൽ അടിയായിരിക്കും. രണ്ടാമത്തെ, കൺഫ്യൂഷൻ, ഒരു ജോലി എങ്ങനെ ചെയ്യണം നമുക്ക് അറിയില്ല, ആരും അത് പറഞ്ഞു തരാണ്ടാവില്ല. മൂന്നാമത്തെ, പുവർ പെർഫോമൻസ്, ഒരു പെർഫോമൻസും ഉണ്ടാവില്ല. കഴിയുന്നത് ഇങ്ങനത്തെ കമ്പനികളിൽ പോയിട്ട് വർക്ക് ചെയ്യാൻ നിൽക്കരുത്. ബാങ്ക് ക്വിറ്റ് ചെയ്യണം ആ കമ്പനി മനസ്സിലാക്കി കഴിഞ്ഞാൽ. ഫ്രിക്ഷൻ, കൺഫ്യൂഷൻ, പുവർ പെർഫോമൻസ്. ഇത് മാറണമെങ്കിൽ അവിടുത്തെ ലീഡർഷിപ്പ് മാറണം. ഒരു 6-7 മാസമോ വർക്ക് ചെയ്തിട്ട് നോക്കുക, അത് നിങ്ങൾക്ക് പറ്റിയ കമ്പനി അല്ലെങ്കിൽ നല്ല പ്രൊഫഷണൽ കമ്പനികളുണ്ടാവും. അവിടെ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. നിങ്ങൾക്ക് പക്ക ട്രെയിനിങ് തരും. ഒരു 1 വീക്ക് കമ്പനി എന്താണെന്നില്ലേ. അവിടെ ഫൈറ്റിംഗ് ഉണ്ടാവില്ല. നിങ്ങൾക്ക് പക്ക ഒരു കരിയർ ഗ്രോത്ത് ആൻഡ് പാറ്റേൺ കാണിച്ചു തരും. എന്നിട്ട് നിങ്ങളോട് ഗ്രോ ചെയ്യാൻ, നിങ്ങൾക്ക് ലേൺ ചെയ്യാൻ അവസരങ്ങൾ തരും. അങ്ങനത്തെ കമ്പനികൾ നിങ്ങൾ എന്താക്കുക, സെലക്ട് ചെയ്യാം. ഇനി ഫൈനലി വേണ്ട വിട്ടോ ഇനി നെക്സ്റ്റ് വിട്ടോ. ഇനി ഈ സാധനങ്ങൾ മറക്കരുത്. ഇന്ന് നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഫിലോസഫിയാണ് ലിബറലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അന്ന് കേരളത്തിലെ എല്ലാ ആൺകുട്ടികളും പെൺകുട്ടികളും സ്വന്തം ഹാപ്പിനെസ് തേടുന്നവരാണ്. ഫാഷനിലൂടെ, ജീവിതത്തിലൂടെ ഒക്കെ ഒരു ഹാപ്പിനെസ് തേടി നടക്കുന്നൊരു ലൈഫാണ്. ഹാപ്പിനെസ് ഭയങ്കര ഷോർട്ട് ടൈമാണ്. ഇപ്പോൾ നമ്മളൊരു മൂവി കണ്ട് ഷോർട്ട് ടൈം ഹാപ്പിനെസ് കിട്ടും. നമ്മൾ മ്യൂസിക് കേട്ട് ഷോർട്ട് ടൈം ഹാപ്പിനെസ് കിട്ടും. ചിലർ എക്സ്ട്രീമായിട്ട് ഡ്രഗ് പോകുന്നവരുണ്ട്, ഹാപ്പിനെസ് കിട്ടാം. പിന്നെ കഴിഞ്ഞ് കഴിഞ്ഞാലാണ് അതിൻ്റെ അഡിക്ഷൻ സൊസൈറ്റിയിൽ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. നമ്മൾ കാണാൻ പറ്റും, പിന്നെ എന്താ പറയുക, വല്യമാനെ കൊന്നു, മറ്റവരെ കൊന്നു, ഇങ്ങനത്തെ ഒക്കെ കാണും. അപ്പോഴും സൊസൈറ്റി കുറേ ഡിസ്കഷനൊക്കെ നടത്തും. ഈ ഹാപ്പിനെസ് നിങ്ങൾ ഭയങ്കര അധികം ശ്രദ്ധിക്കണം. ഞാനൊരു മുസ്ലിമാണ്, അതുകൊണ്ട് തന്നെ ഇസ്ലാമിലൊരു ഹാപ്പിനെസ് മുള്ളു തറച്ചാലും അൽഹംദുലില്ലാഹ്, മുള്ളു തറച്ചിട്ടില്ലെങ്കിലും പറയും അൽഹംദുലില്ലാഹ്. ജീവിതത്തിൽ സ്വന്തം കുട്ടി മരിച്ചാലും അൽഹംദുലില്ലാഹ് ചെല്ലണം, സ്വന്തം കുട്ടി ജീവിച്ചു പോകുമ്പോഴും അൽഹംദുലില്ലാഹ് ചെല്ലണം. അപ്പുണ്ടെങ്കിലും അൽഹംദുലില്ലാഹ്, ഡൗൺ ഉണ്ടെങ്കിലും അൽഹംദുലില്ലാഹ്. ആ ഹാപ്പിനെസ് കുറെ കൂടി സോളിഡ് ഹാപ്പിനെസ്സാണ്. ജീവിതം ഒരിക്കലും അപ്പല്ല, നല്ല ഡൗൺ വരും. തരുന്ന വൈഫ് റൈറ്റ് ആവില്ല, ചിലപ്പം കിട്ടുന്ന ഫാമിലി റൈറ്റ് ആവില്ല, കിട്ടുന്ന കമ്പനി റൈറ്റ് ആവില്ല. ചിലപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന പെൺകുട്ടികൾക്ക് കിട്ടാതിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങളൊപ്പിമ്മി മരിച്ചു പോകും. തളരരുത് ജീവിതത്തിൽ. എപ്പോഴും പടച്ചോൻ്റെ ഇത് നോക്കുക. നിങ്ങൾ പടച്ചോൻ പറഞ്ഞ ഹാപ്പിനെസ്, സുഖത്തിലും ദുഃഖത്തിലും എന്ത് ചെല്ലണം പറയുങ്ങൾ പടച്ചോനെ താങ്ക് ചെയ്യണമെന്നാണ് പറഞ്ഞു. അത് ഭയങ്കര സംഭവം. ഞാൻ ഇപ്പോൾ അടുത്ത് റോന്ത് എന്ന് പറഞ്ഞ മൂവി ഉണ്ടോ, ആ മൂവിയിൽ ഭയങ്കര പ്രത്യേകത. അതിൽ 2 പോലീസ് ഓഫീസേഴ്സിൻ്റെ കഥ. ഒരു പോലീസ് ഓഫീസറിന് സൂയിസൈഡ് കാണാൻ ഭയങ്കര പ്രശ്നമാണ്. വേറൊരു പോലീസ് ഓഫീസറിന് കുട്ടീനെ തല്ലുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ആ കുട്ടീനെ തല്ലണം ഭയങ്കരമായിട്ട് അവന് ഇടിക്കണതാണ്. സൂയിസൈഡ് കാണാൻ മറ്റൊരു മടിയാണ്.
അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ച് നോക്കി, എൻ്റെ ജീവിതത്തിൽ ഇതൊന്നും വന്നിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ ഞാൻ പടച്ചവനെ കുറേ താങ്ക് ചെയ്തു. കാരണം ജീവിതത്തിൽ കുറേ ട്രോമാസ് വന്നിട്ടുണ്ട്, പക്ഷേ അതിനൊക്കെ സഹിക്കാനില്ല വലിയൊരു സ്ട്രെങ്ത്താണ് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞത്. അങ്ങനെ വിക്ടർ ഫ്രാങ്കിൾ എന്ന് പറഞ്ഞ ആളുണ്ട്, ഇതൊന്നും എടുക്കുമോ, മറ്റേ ഓഷോവിറ്റ്സ്. ഈ വിക്ടർ ഫ്രാങ്കിൾ പറഞ്ഞ ഒരു വാക്കാണ്, ഒരു മനുഷ്യന് ഡീപ്പ് സെൻസ് ഓഫ് മീനിങ്, പർപ്പസ് ഓഫ് ലൈഫ് എന്താണ്, എന്തിനാണ് ഈ ലോകത്ത് വന്നത്, എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം, ഇതറിയാത്തൊരു മനുഷ്യന് ചെറിയ പ്ലഷറിന്, ഒരു കുറഞ്ഞ സമയത്ത് സന്തോഷം കിട്ടുന്ന കാര്യത്തിൽ മുഴുകുന്ന പറഞ്ഞാൽ ഒരു ചെറിയ സമയത്തിൻ്റെ പ്ലഷറാണത്. വ്യഭിചാരമായിക്കോട്ടെ, കള്ളുടി ആയിക്കോട്ടെ, അതുപോലെ തന്നെ പെണ്ണൂടി ആയിക്കോട്ടെ, അതേപോലെ തന്നെ മയക്കുമരുന്നിൽ ഇതാക്കട്ടെ, അല്ലെങ്കിൽ വെറുതെ സമയം കളയലായിരിക്കട്ടെ, വെറുതെ ജീവിതം നശിപ്പിക്കലായിരിക്കട്ടെ, ഇതൊക്കെ ഒരു ചെറിയ ടൈമിലെ പ്രഷറാണ്. പക്ഷെ അവനൊരു ഡീപ്പ് സെൻസ് ഓഫ് പേർപ്പസ് ഉണ്ട്. അവനറിയാം അവൻ്റെ പടച്ചോൻ എന്തിനാണ് അവനെ ഈ ലോകത്ത് അയച്ചത്, ആ പടച്ചോൻ അവൻ എന്താണ് അവനെ കൊണ്ട് ആവശ്യപ്പെടുന്നത്. ഇത് മനസ്സിലാക്കിയ ഒരു മനുഷ്യന് ഒരിക്കലും ഇതാവില്ല എന്നുള്ളതാണ്. ഞാൻ പാരൻറ്റിങ്ങിൻ്റെ വലിയൊരു സാധനം കാണിച്ചു തരാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളൊക്കെ ഇതിൻ്റെ ഏറെയാണ്, ഇതിൽ പാരൻസ് ഉണ്ടായതുകൊണ്ട് പറയണം. 4 ടൈപ്പ് പാരൻസ് അല്ലേ ലോകത്ത്. എൻ്റെ അല്ല, അതൊരു ഡൊറോത്തി എന്ന് പറഞ്ഞ വലിയൊരു ലേഡിയുടെ സംഭവമാണ്. ഞാൻ ഹാഷ്ടാഗിൽ അഷ്പമേമുണ്ട്, അവർ റിസർച്ചിൽ അവർ കണ്ടെത്തി എന്നോട് എൻ്റെ മക്കളെ പറഞ്ഞാൽ ഒന്നാമത്തെ പാരൻസിനെ പറയുന്നതാണ് അൺഇൻവോൾവ് പാരൻറ്റിങ്. ഈ ഫാദർ മദർ മക്കളെ കാര്യത്തിൽ ഒന്നിലും ഇടപെടില്ല. അവരെന്തായാലും അവർക്കൊരു പ്രശ്നവുമില്ല. ഇടപെടും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇടപെടില്ല. ഈ മക്കൾ മിക്കവാറും സൊസൈറ്റിയിലെ താന്തോന്നികളായിരിക്കും. അങ്ങനെ ഫാദറിനും മദറിനും പടച്ചോന് 2 കാര്യങ്ങളാണ് പാരന്റിങ് പറയുന്നത്. ഒന്നുകിൽ കുട്ടികൾ പരീക്ഷണങ്ങളാണ്, അല്ലെങ്കിൽ കുട്ടികൾ എന്താണ്, നാളത്തെ ജീവിതത്തിന് നമുക്ക് ദുആ ചെയ്യുന്ന കുട്ടികളാണ്. ഒരു ഫാദറിന് 4 കുട്ടികളുണ്ട്. ഈ 4 കുട്ടികളുടെ കുനൂത്തും സുബിയും കിട്ടും ഫാദറിൻ്റെ അക്കൗണ്ടിലേക്ക്, ഉമ്മാൻ്റെ അക്കൗണ്ടിലേക്ക്. കുട്ടികൾ നിസ്കാരക്കാരാവുകയാണെങ്കിൽ, കുട്ടികൾ നിസ്കാരക്കാരല്ലെങ്കിൽ ഈ 4 കുട്ടികളതും കിട്ടൂല. ഒരു താന്തോന്നുള്ള ഉറങ്ങിക്കിടക്കും വീട്ടിൽ. നാളെ ബാപ്പാൻ്റെ മാനി കൊല്ലിക്ക് പിടിക്കും, എന്നിട്ട് പറയും ഇയാളാണ് ഇന്നെങ്ങനെ ആക്കിയെന്ന് പറയും. അപ്പം മക്കളെ 2 രീതിയിൽ നമുക്ക് ആക്കാം. അതാണ് ഇസ്ലാമിൻ്റെ ഒരു വേഷൻ പറയുന്നത്. ഞാൻ മുസ്ലിം ആയതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്ന മതത്തിൻ്റെ ആംഗിൾ ഞാൻ പറയണം. രണ്ടാമത്തെ ഒരു സാധനം ബാക്കിയുള്ളവരൊക്കെ അവരവരുടെ മതങ്ങളിൽ നോക്കിയിട്ട് നോക്കുക. രണ്ടാമത്തെ ഒരു സാധനം പറഞ്ഞ കംഫേർട്ട് പാരന്റിങ് ആണ്. കംഫേർട്ട് പാരന്റിങ് എന്ന് പറഞ്ഞാൽ മോനും മോളും എന്ത് ചോദിച്ചാലും കൊടുക്കുക, ഒരിടങ്ങറും സഹിപ്പിക്കില്ല അവരെ കൊണ്ട്. മോള് പറയണം ഹസ്ബൻഡ് വീട്ടിൽ പോയി അവിടെ ഭയങ്കര സീനാണ്, എനിക്ക് ഡിവേഴ്സ് ആണോ, ഓക്കെ ചലോ ഡിവേഴ്സ്. മോന് പറയാണ് എനിക്ക് ജോലിയൊന്നും പറ്റില്ല, എനിക്ക് വർക്ക് ചെയ്യാനൊന്നും പറ്റില്ല, പിമ്മിന്നെ നോക്കണം, നിങ്ങൾ ഉണ്ടാക്കിയല്ലേ, ബാപ്പാക്ക് കുറേ സ്വത്തില്ലേ, ബാപ്പാൻ്റെ സ്വത്ത് കാട്ടിയും അങ്ങോട്ടും ഇങ്ങോട്ടും നാട്ട് വർത്താനം പറയുന്നതൊക്കെ കംപ്ലീറ്റ്ലി കംഫേർട്ട്. ഈ കംഫേർട്ട് പാരന്റിങ് പിതാക്കളും പിന്നെ മാതാപിതാക്കളും ഭയങ്കര ഇടങ്ങറലാണ്. മൂന്നാമത്തെ സാധനമാണ് സ്ട്രിക്റ്റ് പാരന്റിങ്. ഞെട്ടിക്കുക, പെരയിൽ വെറും ചിട്ടകൾ. ഇവരാണ് ലോകത്ത് പുറത്തു പോയി കഴിഞ്ഞാൽ ഏറ്റവും വലിയ തോന്നിവാസികളാവുന്നത്, കാരണം സ്ട്രിക്റ്റ് പാരന്റിങ്ങിൻ്റെ വിധേയമാണ്. അതിൽ 4മത്തെ ഒരു സാധനമുണ്ട് സ്മാർട്ട് പാരന്റിങ്. ലോകത്ത് ഇൻഡിവിജ്വലിസത്തിന്, ഒറിജിനൽ തോട്ടിന്, കുട്ടികൾ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യണമെന്നില്ല തോട്ട് ഡെവലപ്പ് ചെയ്ത 2 രാജ്യങ്ങളുണ്ടെങ്കിൽ അത് US-ഉം UK ആണ്. ആ രാജ്യങ്ങൾ ക്രിയേറ്റിവിറ്റിയും ഇൻഡിപെൻഡൻ്റ് തോട്ടും ഭയങ്കര സ്ട്രോങ് ആണ്. നിങ്ങൾ കാണുന്ന ഇൻസ്റ്റാഗ്രാമും വാട്സപ്പും ഫേസ്ബുക്കും എല്ലാം കാലിഫോർണിയയിലെ കൂപ്പർട്ടിനോയിൽ ഉണ്ടായതാണ്. കാരണം ആ കുട്ടികൾ അവിടെ അടിക്കാൻ പാടില്ല. 1 മുതൽ 20 വയസ്സ് വരെ കുട്ടികൾ അമേരിക്കയിൽ അടിക്കാൻ പാടില്ല. ഒരു കുട്ടി ജനിച്ചു വീണത് അമേരിക്കൻ സിറ്റിസണാണ്, നിങ്ങളെ മോനല്ല, സ്റ്റേറ്റാണ് അവരെ നോക്കുക. എൻ്റെ ബ്രദറിന് 2 മക്കളുണ്ട്. ഒരുത്തരും ഒരു പ്രാവശ്യം ഫോൺ ചെയ്തിട്ട് പറയാണ് ഫാദർ അടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ പോലീസിനെ വിളിച്ചാളെന്നാണ് പറഞ്ഞത്. അവർ അപ്പം പോലീസ് കൊണ്ടുപോകുവരെ. കാരണം ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ കുട്ടിനെ അടിച്ചാലോ ഡിസിപ്ലിൻ ചെയ്ത് കഴിഞ്ഞാലോ കുട്ടി പോകുന്നില്ലോണ്ടാണ്, കുട്ടിൻ്റെ ക്രിയേറ്റിവിറ്റി നശിക്കുന്നില്ലാണ്. കാരണം ആ ക്രിയേറ്റിവിറ്റി നിന്നാണ് ഇവർക്ക് അടുത്ത പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ, അടുത്ത ഐഫോൺ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അവർ അതിനെ തുറന്നു വിട്ടുകൊടുക്കണത്. എന്നാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഡിസിപ്ലിനായ സൊസൈറ്റി ജാപ്പനീസാണ്. ഞാൻ ഇപ്പോൾ അടുത്ത് ഇവിടെ പോയിരുന്നു, എന്താ പറയുക, ഒക്കിനാവയിൽ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ കണ്ട വലിയ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 96 വയസ്സുകാരൻ നമ്മളെ ഡ്രൈവർ. മൂപ്പരെടുത്ത് വണ്ടി കയറിയപ്പോൾ ഞാൻ പറഞ്ഞു GPS വെച്ചിട്ട് ഇന്ന സ്ഥലത്തേക്ക് പോകണം എന്ന് പറഞ്ഞു. ആ മൂപ്പര് പറഞ്ഞു പിന്നെ ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല വണ്ടി ഓടിക്കുമ്പോൾ എന്ന് പറഞ്ഞു. അങ്ങനെ വന്നാൽ ടോക്ക് ചെയ്യുമ്പോൾ പറയും വണ്ടി ഓടിക്കുമ്പോൾ ടോക്ക് ചെയ്യാൻ പാടില്ല എന്നാണ്. ഞാൻ അയാളെ ഏജ് ചോദിച്ചപ്പോൾ 96. അപ്പോൾ എന്നോട് വെച്ച് ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് ചിരിയൊന്നു പോയി. നമ്മളിവിടെ 96 വലിയപ്പ എന്നൊക്കെ പറഞ്ഞാൽ പെരയിൽ സൈഡായിട്ട് കിടക്കുന്നുണ്ടാവും. ജാപ്പനീസിന് വയസ്സ് പ്രശ്നമല്ല. ഓരോ പ്രശ്നം എന്ന് പറഞ്ഞാൽ ലൈഫിൽ ജോലിയിൽ നിന്ന് റിട്ടയർ ആയ അപ്പം മരിക്കുന്നില്ലാണ്. അതിനാണ് അവർ ശരിക്ക് ഇക്കിഗായ് ഫിലോസഫി എന്ന് പറയുക. അവരൊരിക്കലും വീട്ടിൽ റിട്ടയർ ആയിട്ട് റെസ്റ്റ് ചെയ്യില്ല, അവർ പണിയെടുത്തുകൊണ്ടേ ഇരിക്കും.
നമ്മൾ ഒക്കിനാവിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ വയസ്സന്മാരൊക്കെ 88, 96. നമ്മളതിലൊരു വയസ്സ് മുസ്തഫാക്കുണ്ട്. മൂപ്പര് 73 വയസ്സായിരുന്നു. ഞാനപ്പോൾ അത്ഭുതപ്പെട്ടു. മുസ്തഫാക്ക് അവിടെ ടീനേജറാണ് അവരുടെ ഇടയിൽ. മുസ്തഫാക്കൻ നമ്മളോട് പറയാം എനിക്ക് 73 വയസ്സായിട്ടുള്ളൂ. മറ്റേ ഞങ്ങളുടെ ഇടയിലൊക്കെ വയസ്സ് പറയാൻ മൂപ്പര് മടിക്കായിരുന്നു. പിന്നെ നിങ്ങളൊരു സിഗ്നലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു വണ്ടി ഇവിടെ നിൽക്കണം, ഒരു വണ്ടി അപ്പുറത്താണ് നിൽക്കുന്നത്. അത്ര ഡിസിപ്ലിനാണ് ജാപ്പനീസ്. ഞാൻ മഴ പെയ്യണം, അപ്പോൾ ഒരു യുബറിൻ്റെ ആൾ വന്നുകൊണ്ട് പിന്നെ വണ്ടിയിൽ ഒരു യുബർ വണ്ടി വന്നുകൊണ്ട് നിർത്തുകയാണ് വേറെ ഒരുത്തരെ പ്രതീക്ഷിച്ചിട്ട്. അപ്പോൾ അവന് ഈ അരമണിക്കൂർ അവനെ വെയിറ്റ് ചെയ്തിട്ട് 2 പ്രാവശ്യം അവന് ട്രാവൽ ചെയ്യാല്ലേ അവൻ്റെ പൈസ ഇട്ടാലേ ചാൻസ് അവൻ മിസ്സാക്കി. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു ഇന്നെ കയറ്റിക്കൂടെ എന്ന് വെച്ചു. ഞാൻ കയറ്റൂല എന്ന് പറഞ്ഞു. ഞാൻ ആ കസ്റ്റമറിന് വേണ്ടി വന്നതാണ്, അവൻ ഇല്ലെങ്കിലേ എന്നെ കയറ്റുള്ളൂ എന്നാണ്. അപ്പോൾ എത്ര ഡിസിപ്ലിനാന്ന് നോക്കി. ഈ ജാപ്പനീസ് കുട്ടികളിപ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. ആ ജാപ്പനീസ് കുട്ടികളെ ഫോട്ടോ എടുക്കുമ്പോൾ അവർ ഇങ്ങോട്ടും ഫോട്ടോ എടുക്കും, അങ്ങനത്തെ കുറച്ച്. അപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ കാരണം ജാപ്പനീസ് 9-10 വയസ്സ് വരെ കുട്ടികൾക്ക് സ്കൂളിലൊന്നും പഠിപ്പിക്കില്ല. അവർക്ക് അതബ് മാത്രം പഠിപ്പിക്കുന്ന ഡിസിപ്ലിൻ. ഒരുമിച്ച് ഫുഡ് കഴിക്കുക, ഒരുമിച്ച് സ്കൂൾ ക്ലീൻ ചെയ്യുക, അതേപോലെ തന്നെ ഗ്രൂപ്പ് വർക്കിലാണ് അവരെല്ലാം ചെയ്യുക. ഞാനിതിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ 23-ാമത്തെ വയസ്സിൽ 43 രാജ്യങ്ങൾ വിസിറ്റ് ചെയ്തൊരു കുട്ടി ഉണ്ടായില്ല, അൽത്താഫ്. അവൻ വിളിച്ചുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സൂയിസൈഡ് ചെയ്യുന്നത് ജാപ്പനീസാണ്. അതായത് അത്ര ഡിസിപ്ലിനായ സൊസൈറ്റിൻ്റെ ഒരു റിസൾട്ടാണ് അവൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് ജാപ്പനീസ് ആയി ചെയ്യണമെന്നില്ലേ. ഒരു ഡീപ്പ് സെൻസ് ഓഫ് പർപ്പസ് ഇല്ലാത്തതുകൊണ്ടാണെന്നല്ലാണ് ഞാൻ അവസാനം കൺക്ലൂഡ് ചെയ്തത്. അത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളൊരു ഡീപ്പ് സെൻസ് ഓഫ് പർപ്പസ് മനസ്സിലാക്കണം. എന്തിനാണ് പടച്ചോൻ നിങ്ങളവിടെ വിട്ടിട്ടില്ലേ അത് നിങ്ങൾ മനസ്സിലാക്കണോ. എന്താണ് പടച്ചോൻ നിങ്ങളെ കൊണ്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങളെ മനസ്സിൽ ആദ്യമായിട്ട് വെർച്യൂസ് വരും, നിങ്ങളെ നന്മകൾ. ഒരു മുതലാളി നിങ്ങൾ വഞ്ചിക്കാൻ ശ്രമിക്കൂല. ഒരു ജോബിന് നിങ്ങൾ പടച്ചോൻ കാണുന്നുണ്ടെന്ന് കാണുമ്പോൾ നിങ്ങൾ വഞ്ചിക്കൂല. ഞാൻ എൻ്റെ ഒപ്പം കൊലീഗ് ജാബിർ സാറുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം ഷെയർഖാൻ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ബ്രാഞ്ച് മാനേജറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ സുരേഷ് എന്ന് പറഞ്ഞിട്ടുള്ള താനൂക്കാരൻ്റെ ഒരാൾ അവിടെ ജോലിക്ക് വന്നു. ആ ജോലിക്ക് വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ വലിയൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിന് BSc സോളജി പഠിച്ച ആളാണ്, ആർമിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ജോലി കൊടുക്കാൻ കമ്പനി പോളിസി അനുസരിച്ച് പറ്റൂല. അങ്ങനെ ജാബിർ സാർ പറഞ്ഞു നിങ്ങളവിടെ എടുക്കാൻ കഴിയില്ല, ഇതാണ് കമ്പനിയുടെ പോളിസി, BCom BBA ഗ്രാജുവേഷൻ നമ്മൾ എടുക്കുകയുള്ളൂ എന്നാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്താണ് BCom BBA ഗ്രാജുവേഷൻ്റെ പ്രത്യേകത, ഇതിൻ്റെ വീക്ക്നെസ്സുകൾ എന്താ പറഞ്ഞാട്ടിന്നാണ്. മൂപ്പര് വീക്ക്നെസ്സുകൾ 10 പറഞ്ഞോളൂ. അത് കംപ്ലീറ്റ്ലി ക്ലിയർ ആക്കിയിട്ട് മൂപ്പര് പറഞ്ഞു ഇനി ഇന്നെ എടുത്തൂടെ എന്ന് വെച്ചു. ജാബിർ സാർ അദ്ദേഹത്തിൻ്റെ ഇമ്മീഡിയറ്റ് മാനേജർ ബോംബെയിൽ വിളിച്ച് പറഞ്ഞ് എനിക്ക് ഇയാളെ ട്രസ്റ്റ് ആണെന്നിട്ട് അയാൾ എടുത്തു. അയാൾ പറയും 4 മണിക്ക് ഓഫീസ് വിടുമ്പോൾ ഞാൻ മജ്ലിസ് കോളേജിൽ പഠിപ്പിച്ചിരുന്ന സമയത്ത് എൻ്റെ ഒരു കുട്ടിയുണ്ട്, പെൺകുട്ടി ശ്രുതി, അവളുടെ ചേച്ചി അവിടെ ഉണ്ട്. അവർ വരെ ഈ സുരേഷ് സാർ അറിയും. അപ്പം ഞാൻ ശ്രുതിനോട് ചോദിക്കും, ഈ മറ്റേ ചേച്ചിയോട് ചോദിക്കും ഈ സുരേഷ് എങ്ങനെയുണ്ടാവും. അപ്പോൾ 4 മണിക്ക് ഓഫീസ് വിട്ട് കഴിഞ്ഞാൽ 7 മണി വരെ സുരേഷ് അവിടെ ഇരിക്കുന്നതാണ്. എന്നിട്ട് ഈ ശ്രുതിൻ്റെ ചേച്ചിയൊക്കെ പറയാലോ എപ്പോഴും ഇങ്ങനെ എന്തിനാണ് ഇങ്ങനെ ഈ എണ്ണിച്ചുട്ട ശമ്പളത്തിന് ഇത്ര വർക്ക് ചെയ്ത് കൊടുക്കണമെന്നില്ല. അപ്പോൾ പറയാലോ ഇതിൻ്റെ ഓണർ കണ്ടിട്ടില്ലെങ്കിലും ആര് കാണുന്നുണ്ട് പറയും ആര് കാണുന്നുണ്ട്, പടച്ചോൻ കാണുന്നുണ്ടെന്നല്ലേ. ജാബിർ സാർ പറയാം ഒരു 3 കൊല്ലം കഴിഞ്ഞ് ഞാൻ ആ ജോബിൽ നിന്ന് പോയി, പക്ഷെ എൻ്റെ കമ്പനി ബ്രാഞ്ച് മാനേജർ ആക്കിയ സുരേഷിനായിരുന്നതാണ്. ഇന്ന് അയാൾ ഏഷ്യ പസഫിക്കിൻ്റെ സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്കിൻ്റെ ഓപ്പറേഷൻസിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ട് ജോലി ചെയ്യാണ്. ഇത് ഭയങ്കര സംഭവമാണ്. കമ്മിറ്റ്മെൻറ്റ്, ചെയ്യുന്ന ജോലിനോട് കൂറ് കാണിക്കുക. ഞാനൊരു ലെക്ചറാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ജോലി ഏറ്റവും മനോഹരമായി ചെയ്യുക. ഞാനൊരു ഗ്രാഫിക് ഡിസൈനറാണെങ്കിൽ ഏറ്റവും നന്നായിട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഞാനൊരു ഒരു ഡിജിറ്റൽ മാർക്കറ്റിനാണെങ്കിൽ ഏറ്റവും നന്നായിട്ട് ചെയ്യുക. അത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ലോകം കംപ്ലീറ്റ് നിങ്ങൾക്ക് എന്താക്കും വഴിമാറിത്തരും. ഞാൻ നിങ്ങൾക്കൊരു ചാൻസും കൂടി ഫൈനലി പറഞ്ഞിട്ട്, ഞങ്ങൾ ദുബൈയിലെ ബാച്ചിൽ ഏകദേശം 10-32ഓളം വലിയ ബിസിനസ് ഗ്രൂപ്പുകാരൊക്കെ കൂടി യോജിച്ചിട്ട് അവർ ഒരു 1 ഇയർ ഓൺട്രപ്രണർഷിപ്പ് പ്രോഗ്രാമും ഒരു 2 ഇയർ ബിസിനസ് പ്രോഗ്രാമും കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് എന്തിനെ കൊണ്ടുവന്നിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനികളൊക്കെ ഒരു 300-200 എംപ്ലോയീസ് വലിയ കമ്പനികളാണ്. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഓൾറെഡി കുറേ ഷോർട്ട് ടേം സ്കില്ലുണ്ട്. ആരെങ്കിലും, ഞാനിപ്പോൾ ഒരു ഗ്ലോബൽ കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഫൗണ്ടർ സലീമിനോട് ചോദിച്ചിരുന്നു അതിൻ്റെ ഒരു റീസൺ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരണം, അതും കൂടി പറഞ്ഞിട്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഗ്ലോബൽ പ്രോഗ്രാം ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് ദുബൈയിൽ ഈ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് 2 വർഷമോ 1 വർഷമോ പഠിച്ചുകൊണ്ട് ഓരോ മാസവും കമ്പനിയിൽ ജോലി ചെയ്തിട്ട് ഒരു 1000 ദിർഹം സ്റ്റൈപ്പൻഡ് വാങ്ങിച്ചുകൊണ്ട് ഈ കമ്പനിയിൽ നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ ജോയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാനൊരു അവസരം കൂടി അവിടെ ഉണ്ട്. അതിന് വലിയൊരു സ്ഥാപനം അവിടെ ഉണ്ട്. അതും കൂടി ഞങ്ങളോട് പറയണം. ആ സ്ഥാപനത്തിൻ്റെ വീഡിയോ കണ്ടുകൊണ്ട്
കൺക്ലൂഡ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെക്കുറിച്ച് കൂടുതൽ ദുബായ് നിങ്ങളൊരു അടുത്തൊരു കരിയർ ബേസ് ആവാൻ നിങ്ങൾക്കൊരു 1 or 2 year അവിടെ വർക്ക് ചെയ്തിട്ട് അവിടുത്തെ കൾച്ചർ മനസ്സിലാക്കി അവിടെ നിങ്ങളൊരു മേച്ചിൽപ്പുറം തേടാനാണെങ്കിൽ നിങ്ങൾക്ക് ആ കോളേജ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് വിസിങ് കോളേജിൻ്റെ കിട്ടും. നിങ്ങൾ വേറൊരാളെ വിസ ട്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പഠിക്കാൻ സാധ്യമാവും. അവിടുത്തെ കോളേജിൻ്റെ ഫീ ഉണ്ടാവും. അതല്ലാതെ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, സ്റ്റൈപ്പൻഡോട് കൂടി വർക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ ഈ കമ്പനിയിലെ ഓണർമാരൊക്കെ ഒരു മെമ്മോറാണ്ടത്തിൽ സൈൻ ചെയ്താണ്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ദുബായ് നോളജ് വില്ലേജിലാണ്. ഏകദേശം ഒരു 100-110 നാഷണാലിറ്റീസ് പഠിക്കുന്ന സ്ഥലമാണ്. നിങ്ങൾക്ക് കണ്ടമാനം രാജ്യക്കാരുമായിട്ട് ഗ്ലോബലി പരിചയപ്പെടാം. എനിക്ക് തോന്നിയത്തോളം നിങ്ങളുടെ സ്ഥാപനമായിട്ടുള്ള സ്കിൽ ഹബ്ബും ഇനി ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇവർ വലിയൊരു സേവനമാണ് ഈ സൊസൈറ്റിക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി നോക്കൂ. Introducing the Industry Connect Internship Program, ICIP. This isn't just an internship, it's a complete real-world learning experience. നാൽപ്പതോളം കമ്പനികൾ ജോബിന് വേണ്ടിയിട്ട് ആൾക്കാരെ എടുക്കാല്ലേ കോൺട്രാക്ട് സൈൻ ചെയ്താണ് സ്റ്റൈപ്പൻഡിന്. More than 10 billion dirhams. In the long run, everyone will get benefited out of it. When the student can choose from the portfolio that they see. So, and then even as a business, we can choose which students. Studying academically and then practically experience is completely different. It's always nice when you have experienced something and then you get into the field to start working. So congratulations on this and thank you Mr. Javier for having me here today. ഞങ്ങളെ ഒരു വലിയ ഒരു ടീം പിന്നെ ഞങ്ങൾ ഫസ്റ്റ് സ്ലൈഡിൽ കാണിച്ച പോലെ കുറേ ബിസിനസ്സുകാരായിട്ടുള്ള കുറേ ആൾക്കാരുടെ ആയിരക്കണക്കിന് ആൾക്കാർ വർക്ക് ചെയ്യുന്ന ബില്യൺസ് ഓഫ് ടേൺ ഓവർ ചെയ്യുന്ന പല ആൾക്കാർ. ഇപ്പം ഫൈസലിൻ്റെ റെപ്രസെൻ്റ് പറഞ്ഞ പോലെ 10-60 ബ്രാഞ്ച് റെപ്രസെൻ്റ് ചെയ്തിട്ട് ഇരിക്കുന്ന അവർ HR ഡിപ്പാർട്ട്മെൻറ്റിൽ അവരുടെ ഫോർകാസ്റ്റ് ചെയ്തിട്ടുള്ള തിങ്കിങ് ആണ് അവരാ പറഞ്ഞത്. അതുപോലെ ഷനവാസിൻ്റെ ബ്രദറല്ലേ വന്നിട്ടുള്ള പ്രീമിയർ. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരും അയ്യൂബ് ക, പിന്നെ അങ്ങനെ 10-60 ഫാർമസിയിൽ അവിടെ ഷമീർ 100 കണക്കിന് ആൾക്കാർ വർക്ക് ചെയ്യുന്നു. അങ്ങനെ വലിയൊരു ടീം ഇതിൻ്റെ പുറകിൽ നിങ്ങളോടൊപ്പം നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പിന്നെ വിൻ സിറ്റുവേഷനിൽ കുട്ടികളുടെ പുതിയത് കൊണ്ടുവരികയും അവരുടെ കാലിബറിൽ കണ്ടെത്താനുള്ള സഹായവും പറ്റും എന്നുള്ള ഒരു ഉറപ്പ് ഇപ്പോൾ കുറച്ച് സമയമായിട്ട് എനിക്കും കൂടിയിട്ട് തോന്നിയിട്ടുണ്ട്. I am 100% sure this is one of the best mode of education I have found. By the programs like internship, this is a visibility for the student to see the business tycoons, entrepreneurs experience, and they get that expertise. ഇതിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ട്? ഇവിടെ ഒരാളുണ്ട്, ഒന്ന് ഇദ്ദേഹത്തിനെ കോണ്ടാക്ട് ചെയ്താൽ മതി. റാഫി, അദ്ദേഹത്തിൻ്റെ നമ്പർ ഒന്ന് എഴുതുമോ സോലിം? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു സംഭവത്തിന് നാളെ ഗൾഫിലൊരു കരിയർ, ഞാനിവിടെ വന്നത് നിങ്ങളെ ഗ്ലോബലൈസേഷൻ പഠിപ്പിക്കാനാണ്, ആർക്കെങ്കിലും അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനെ കോണ്ടാക്ട് ചെയ്യാം. പിന്നെ ഫൈനലി ഇതാണ് റാഫി സാറുടെ ഒന്നിട്ടോളൂ, അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റ ഒന്നിട്ടോളൂ.
അതിന് മുമ്പ് ഇതാണ് അദ്ദേഹത്തിൻ്റെ നമ്പർ. നിങ്ങൾ അദ്ദേഹത്തിനൊന്ന് എഴുതിക്കോളൂ, അദ്ദേഹത്തിനൊന്ന് കണ്ടു ചെയ്തോളൂ. അദ്ദേഹത്തിൻ്റെ പേര് റാഫി എന്നാണ്. അത് നിങ്ങൾക്ക് അതിനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇനി എൻ്റെ ഇൻസ്റ്റൊന്നുള്ളൂ ലാസ്റ്റ്. ഇതെൻ്റെ ഇൻസ്റ്റഗ്രാമാണ്. നിങ്ങൾക്ക് എന്തൊരു കാര്യം ആവശ്യമുണ്ടെങ്കിലും കരിയർ റിലേറ്റഡ്, ഇനി നിങ്ങൾ നാളെ നിങ്ങളെ ജോബ് സ്വിച്ചിങ്ങിന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. കാരണം ഞാൻ ഏകദേശം 1000, 1200, 1300ഓളം കുറേ ബിസിനസ്സുകാരെ ട്രെയിൻ ചെയ്ത് അവരൊക്കെ മൗൾഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം നിങ്ങളെ CV നിങ്ങൾക്ക് അയക്കാം. അപ്പം ഞാൻ നിങ്ങളുടെ ഇവരോട് തന്നെ പറയായിരുന്നു, ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ആവശ്യമുണ്ട്. ഇപ്പം തന്നെ നാട്ടിൽ 50 ബിസിനസ് ഗ്രൂപ്പുകളെ ക്ലാസ് എക്സിക്യൂട്ടീവ് MBA പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഈ 50 പേർക്കും ആവശ്യമുള്ള സാധനമാണ് ഈ ഗ്രാഫിക് ഡിസൈനറും ഡിജിറ്റൽ മാർക്കറ്റിങ്ങും. അത്രയും ഡിമാൻഡിങ് ആയിട്ടുള്ള സാധനമാണ്. ഞാൻ ആലോചിച്ച് നോക്കുന്നത്, ഇതിലെ ഒരു ബാച്ചിൽ ഒരു 50 പേര് അവർക്ക് തന്നെ എന്താക്കാം, റിക്രൂട്ട് ചെയ്യാം. അതേപോലെ ഗൾഫിലും. അപ്പം അത്ര ഇൻഡസ്ട്രി ഡ്രിവൺ ആയിട്ടില്ലേ ഒരു കോഴ്സാണ് ഇവർ ചെയ്യുന്നത്. ഇവരെ ഇവിടെ മാത്രം നിർത്തരുത്. ഞാൻ മനസ്സിലാക്കണം, ഇവരെ ദുബൈയിലേക്ക് കൊണ്ടുപോകണം. അതേപോലെ തന്നെ ഈ സ്ഥാപനം അവിടെ നിന്നിട്ട് ടാൻസാനിയയിലും അതേപോലെ തന്നെ ഗാനയിലും നൈജീരിയയിലും മലാവിയിലും എത്യോപ്യയിലും ഈജിപ്തിലും സൗദിയിലൊക്കെ പോകുന്ന സ്ഥലമാണ്. അവിടെയൊക്കെ സ്കിൽ ഹബ്ബും ഇതിൻ്റെ ഭാഗമായിട്ട് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇവർക്കും ഒരു സ്റ്റാൻഡിങ് ഒവേഷൻ കയ്യടി കൊടുക്കണം ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം ഉണ്ടാക്കിയതിന്. ആൻഡ് I wish you all the best, and hopefully I think you will all come out with flying colors of success in your life, and that's it.